Namaste. So, greetings to all. BPAG 172 രണ്ടാമത്തെ ക്ലാസ് കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മൾ 1-2 ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് യൂണിറ്റ് 3. ഓക്കെ, യൂണിറ്റ് 3 എടുക്കാൻ പോകുന്നത് ഗവേണൻസ് ഫ്രെയിംവർക്ക് ഇൻ ഇന്ത്യ. നോക്കൂ, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും നമ്മുടെ ഭരണഘടന വളരെ അധികം, അതായത് ദ ലോങ്ങസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ്. നമ്മുടെ ഭരണഘടന അനവധി രാജ്യങ്ങളിൽ നിന്ന് നല്ല നല്ല കാര്യങ്ങൾ എടുത്ത് ഉണ്ടാക്കിയ ഭരണഘടനയാണ് നമ്മുടെ. മനസ്സിലായില്ലേ? അപ്പോൾ അത് നിങ്ങൾക്കറിയാം, ഡോക്ടർ അംബേദ്കർ, BR അംബേദ്കർ, ഹി വാസ് എ ചെയർമാൻ. മനസ്സിലായില്ലേ? അതായത് 26/1/1950 റിപ്പബ്ലിക് ഡേ ദിവസമാണ് ഇത് ശരിക്ക് വിച്ച് കെയിം ഇൻ ടു ഇഫക്റ്റ് ആക്ച്വലി. അപ്പോൾ ഇതിൽ അനവധി, അതായത് ലോട്ട് ഓഫ് എഫേർട്സ് ദേ മെയ്ഡ് ആൻഡ് ദർ വാസ് ലോട്ട് ഓഫ് കമ്മിറ്റീസ് while formulating this, and so many eminent personalities were involved in this. അത് മാത്രമല്ല, മറ്റുള്ള രാജ്യത്തെ നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അനവധി രാജ്യങ്ങൾ ലൈക്ക് നമ്മുടെ ബ്രിട്ടൻ, അമേരിക്ക, അതേമാതിരി ഓസ്ട്രേലിയ, കാനഡ, അങ്ങനെ അതേമാതിരിയുള്ള പല പല രാജ്യങ്ങളിലത്തെ നല്ല നല്ല തത്വങ്ങൾ എല്ലാം എടുത്തിട്ടാണ് നമ്മുടെ ഭരണഘടനയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. കാരണം ഇന്ത്യ ഈസ് എ വെൽഫെയർ സ്റ്റേറ്റ്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഡെമോക്രാറ്റിക് കൺട്രിയാണ് നമ്മുടെ, ലാർജസ്റ്റ് ഡെമോക്രസിയാണ് നമ്മുടെ ഇന്ത്യ ലോകത്തിൽ. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് എല്ലാ വിധത്തിലുള്ള നല്ല എന്താ പറയണ്ടേ ഭരണഘടന വളരെ വളരെ ദാറ്റ് ഇസ് ദ സുപ്രീം ലോ ഓഫ് ദ കൺട്രി. മനസ്സിലായില്ലേ? അതിലും ഇതൊന്നുമില്ല, അത് ആർക്കും വയലേറ്റ് ചെയ്യാനും പറ്റില്ല. മനസ്സിലായില്ലേ? ആ ഭരണഘടനയാണ് ഏറ്റവും വലിയ ലോ. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് നമ്മൾ അത് കാത്തു സംരക്ഷിക്കുന്നതാണ് നമ്മുടെ കോടതികളും, സുപ്രീം കോടതി, അതായത് അപ്പെക്സ് കോർട്ട്. മനസ്സിലായില്ലേ? അപ്പൊ അവര് പറഞ്ഞിട്ടുണ്ട് എന്തായിരിക്കണം അസംബ്ലിയിൽ ഭരണഘടന പറഞ്ഞിട്ട് എങ്ങനെയാണ് നമ്മൾ റൂൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. അസംബ്ലി, അതേമാതിരി ലോകസഭ എന്താണ്, രാജ്യസഭ എന്താണ്, ഓരോരുത്തരുടെ ഡ്യൂട്ടി, പ്രസിഡന്റ്, സെക്രട്ടറി, പ്രൈം മിനിസ്റ്ററുടെ, വൈസ് പ്രസിഡന്റിന്റെ, അതേമാതിരി ചീഫ് മിനിസ്റ്ററുടെ, ഗവർണറുടെ എല്ലാ ഇതും അവരുടെ ഡ്യൂട്ടീസും അതേ പ്രകാരം കോൺസ്റ്റിറ്റ്യൂഷണലി ക്രിയേറ്റഡ് ബോഡീസ് ഉണ്ട്. അതായത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, ഇലക്ഷൻ കമ്മീഷൻ, UPSC, അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ, ഇതൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റ്, അവരുടെയൊക്കെ ഡ്യൂട്ടി, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ പറഞ്ഞാൽ അവരെല്ലാം ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ ഓഡിറ്റ് ചെയ്യുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതെല്ലാം ഉണ്ട്, നിയമങ്ങൾ ഉണ്ട്, നിയമങ്ങൾ പാലിക്കേണ്ടതാണ് നമ്മുടെ കടമ. മനസ്സിലായില്ലേ? അതിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് ഓഫ്കോഴ്സ് ഡിഫറൻസ് ഓഫ് വ്യൂസ് ഉണ്ടാവും കേട്ടോ. Because India is a democratic country. Always, you can see that something, എന്താ പറയണ്ടേ, ചില സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലതുണ്ട്. പക്ഷെ അത് കൺസ്ട്രക്റ്റീവ് എടുക്കണം. ക്രിറ്റിസിസം ഷുഡ് ബി ടേക്കൺ ഇൻ എ പോസിറ്റീവ് വേ. ഒരു ചെറിയ ഉദാഹരണമാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ പുതിയ എംബ്ലം, അതായത് നമ്മുടെ ഇതിൻ്റെ പാർലമെന്റിന്റെ, അപ്പോൾ അതിൽ ഇതിന്റെ എന്തോ ലയൺമെന്റ് എന്തോ ഒരു ഇതിന്റെ ചെറിയ ഒരു ഇതുണ്ട്. അപ്പൊ അത് അവർ പറഞ്ഞത് ഇതാണ് ഇങ്ങനെ. അപ്പൊ അത് നമ്മൾ എന്തായാലും ആളുകൾ ഓരോരുത്തർ എന്തെങ്കിലും പറയുന്നത് അതുമാതിരി ചെയ്യണം എന്നല്ല പറയാ, അത് പോസിറ്റീവ് എടുക്കുക. കാരണം എന്താ വെച്ചാൽ ഇന്നതാണ് ഇങ്ങനെയാണ് വേണ്ടത്, ഇങ്ങനെ വേണ്ട, അതിൽ കുഴപ്പമൊന്നുമില്ല നമ്മൾ കേൾക്കുന്നതിന്. അപ്പൊ അത് ഇത്തരത്തിലുള്ള നോക്കൂ, നമ്മുടെ ഡെമോക്രസി ഫ്ലറിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെരി ഗുഡ് ആക്റ്റീവ് ക്രിറ്റിസിസം ഈസ് ഓൾസോ റിക്വയർഡ്. അല്ലെങ്കിൽ നോക്കൂ, നമ്മൾ തെറ്റുകൾ ചെയ്തു വരും. ഇതിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. നമ്മള് അപ്പൊ അത് ഗവേണൻസിലെ ജനങ്ങളാ തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രി ആയിക്കോട്ടെ, പ്രൈം മിനിസ്റ്റർ ആയിക്കോട്ടെ, മറ്റുള്ളവരായിക്കോട്ടെ, ലോക്സഭ ആയിക്കോട്ടെ, ലെജിസ്ലേറ്റ് ചെയ്തപ്പോൾ അപ്പൊ അവര് ജനങ്ങളോട് കടപ്പാടുണ്ട്. മനസ്സിലായില്ലേ? അതാണ് എന്താണ് ഭരണം. ഭരണത്തിൽ ഇന്ത്യയുടെ ഇതിനെ പറ്റിയാണ് പറയുന്നത്. വെരി ദറ്റ് ഓക്കെ. ഈ ഗവേണൻസ് യൂണിറ്റ് 3, ഗവേണൻസ് ആൻഡ് ഫ്രെയിംവർക്ക് ഇൻ ഇന്ത്യ, ഓപ്പറേഷണൽ ഫ്രെയിംവർക്ക് ഓഫ് ഗവേണൻസ്, റോൾ ഓഫ് സ്റ്റേറ്റിന്റെ ഡ്യൂട്ടി, അത് പറയാം, നമുക്ക് വിശദീകരിച്ച് പറയാം. ഇത് ജസ്റ്റ് ഹെഡിങ് ആണ്. ഓപ്പറേഷണൽ ഫ്രെയിംവർക്ക് ഓഫ് ഗവേണൻസ്, റോൾ ഓഫ് നോൺ സ്റ്റേറ്റ് ആക്ട്. എല്ലാം സംസ്ഥാനം ചെയ്യേണ്ട ആവശ്യമില്ല. ചിലവരെ NGOസും മറ്റേ പലരും ചെയ്യുന്നില്ല, പല പല ഗ്രൂപ്പ് ഇതൊക്കെ പല നല്ല ഇപ്പോൾ ചെയ്യുന്നുണ്ടല്ലോ നമ്മുടെ ജനങ്ങളുടെ സേവനത്തിന് വേണ്ടി. എത്രയോ ബോഡീസ് ഉണ്ട്, അതൊക്കെ നല്ല. റെഡ് ക്രോസ് ഒക്കെ ഇല്ലേ, പല കാര്യങ്ങളൊക്കെ ഇല്ലേ, ലയൺ ഇതിന്റെ ഇത് ഓരോരോ എല്ലാം നല്ല കാര്യങ്ങൾ പലതും ചെയ്യുന്നുണ്ടല്ലോ. ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ്, അത് ഇത് ജനങ്ങളുടെ സേവനങ്ങളൊക്കെ.
അപ്പോൾ ഈ ഫ്ലഡും നാച്ചുറൽ കലാമിറ്റിയുള്ള സമയത്തൊക്കെ അവരുടെ വളരെ സേവനം വളരെ വിശിഷ്ടമാണ്. അല്ലാണ്ട് ഗവൺമെന്റിന് എല്ലാ കാര്യവും ചെയ്യാൻ പറ്റില്ല. എല്ലാവരുടെ സപ്പോർട്ടും ആവശ്യമാണ്. അതാണ് ഡെമോക്രസിയുടെ ഏറ്റവും നല്ലത്. പിന്നെ ഗവേണൻസ് ഇൻഡിക്കേറ്റർ. എന്താണ് ഗവേണൻസ് ഇൻഡിക്കേറ്റർ? നോ, ever since the term governance has become the signature of all actors, both state and non-state, there has been a trend to engage, educate, and empower people in a peaceful way. സമാധാനം കാത്തു സൂക്ഷിക്കുന്നവരാണ് നമ്മളെ. സമാധാനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ നിലകൊള്ളുന്നത്. അപ്പോൾ ജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യണം, എംപവർ ചെയ്യണം, അധികാരങ്ങൾ കൊടുക്കണം, അവർക്ക് സെൽഫ് ഡിസിഷൻ എടുക്കാനും പീസ്ഫുൾ ആയുള്ള അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനും ഫോർ എ വൈഡ് ഒരു മിഷൻ. ഓരോരുത്തർക്കും ഓരോതുണ്ടല്ലോ ടാസ്ക്, സച്ച് എക്കണോമിക് വെൽഫെയർ, സാമ്പത്തിക സ്ഥിതി. എന്താണ് എക്കണോമിക് വെൽഫെയർ? നമ്മുടെ ഭരണഘടനയിൽ നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് ഇതിൻ്റെ ഇതുണ്ട്, നമ്മുടെ ഓരോരോ സ്റ്റേറ്റ് ഫോളോ ചെയ്യേണ്ട ഓരോ ഇതുണ്ട്. അതിൽ വെൽഫെയർ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് സ്റ്റേറ്റിൻ്റെ കൂടി ഡ്യൂട്ടിയാണ് നമ്മുടെ. അതായത് ഉള്ളവനിൽ നിന്ന് ഇല്ലാത്തവന് കൊടുക്കുക ഒന്ന്. ഞാൻ അതിലുള്ളതാണ് പറയുന്നത്, നടക്കുന്നുണ്ടോ അതല്ല ഞാൻ പറയുന്നത്. ഉള്ളവനിൽ നിന്ന് ഇല്ലാത്തവന് കൊടുക്കുക ഒന്ന്. രണ്ടാമത് ചെയ്ത ജോലിക്ക് ശമ്പളം കൊടുക്കുക, ടൈമിൽ കൊടുക്കുക. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ ട്രേഡിന് ഒരേ ശമ്പളം, ഈക്വൽ റിമ്യൂണറേഷൻ ആക്ട് ഉണ്ട്. അങ്ങനെ പല പല ഇതുണ്ട്. അതെല്ലാം നോക്കണം. സ്റ്റേറ്റിന്റെ ലേബർ ഇതൊക്കെ ഉണ്ടല്ലോ, പല കാര്യം, മിനിമം വേജസ് ഇതൊക്കെ ഉണ്ടല്ലോ. അത് ഓരോരോ സ്റ്റേറ്റിന്റെ ഡിഫറെന്റ് ആണ് മിനിമം വേജസ്. അപ്പൊ അത് ഒക്കെ നോക്കേണ്ട സ്റ്റേറ്റ് ആണ്. അങ്ങനെ കുറെ വേറെ ഉണ്ട്. അഗ്രികൾച്ചർ, മറ്റേ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ഇറിഗേഷൻ ഇതൊക്കെ ഉണ്ടല്ലോ. ലോ ആൻഡ് ഓർഡർ ഇതൊക്കെ സ്റ്റേറ്റ് ആണ്. അപ്പൊ ലോ ആൻഡ് ഓർഡർ വെൽഫെയർ അല്ലേ? ലോ ആൻഡ് ഓർഡർ ഇല്ലെങ്കിൽ എന്താ സ്ഥിതി? ഇപ്പൊ എന്താ നമ്മുടെ ശ്രീലങ്കയിൽ നടന്നു നോക്കൂ. ഒരിക്കലും മറക്കരുത്, ശ്രീലങ്ക വളരെ നല്ല രാജ്യമാണ്. പക്ഷേ കുറച്ച് ഏതാനും ദിവസങ്ങളുള്ളത് നമുക്ക് അനവധി ഇത് പഠിക്കാനുള്ള കേസ് സ്റ്റഡിയാണ്. മറക്കരുത് കേട്ടോ. എന്താ കാരണം? നിങ്ങളുടെ ഉദ്ദേശം ജയിക്കുക മാത്രമല്ല, പ്രാക്ടിക്കലായിട്ട് നിങ്ങളെ ഓരോരോ കാര്യങ്ങളെ അറിഞ്ഞിരിക്കണം. മനസ്സിലായോ? അപ്പൊ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ സ്ഥലങ്ങളിൽ, ഇപ്പൊ ഈ ശ്രീലങ്കയിൽ നിന്ന് നമുക്ക് എടുക്കുക. It was a beautiful island and there was no problem. But in the recent just few days ആയിട്ട് കുറെ, പക്ഷേ അവരുടെ ജെന്യൂൻ പ്രോബ്ലം ആണ്. ഇന്നലെ കേട്ടു 1 കിലോ ഷുഗറിന് 900 rupees. ഞാൻ പറയില്ലേ, ഒരു ബിരിയാണിക്ക് 900 rupees. എന്താ 1 കിലോ ഷുഗർ? അരി 500 രൂപ 600 രൂപയാണ് ഒറ്റ കിലോ അരി. അല്ലെങ്കിൽ 600 രൂപയാണ് തോന്നുന്നുണ്ട്. പഞ്ചാരക്ക് 900 രൂപയാണ് തോന്നുന്നുണ്ട്. അപ്പോൾ ജനങ്ങൾ ജീവിക്കാൻ നിർത്തിയില്ല. പെട്രോൾ ഇല്ല, ഒന്നുമില്ല, ഹോസ്പിറ്റലില്ല, ട്രാൻസ്പോർട്ട് സിസ്റ്റം ഇല്ല, സ്കൂളില്ല, ഒന്നുമില്ല. ഹോസ്പിറ്റലിലെ ഡോക്ടർക്ക് വരാൻ പെട്രോൾ ഇല്ല, മറ്റേ വണ്ടി ഓടിക്കാൻ, നേഴ്സിന് വരാൻ പറ്റില്ല. അതുകൊണ്ടാണ് ജനങ്ങൾ. അല്ലാണ്ട് അവിടെ കൊണ്ട് അവർ നശിപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ. പ്രസിഡന്റിന്റെ കൊട്ടാരം, പ്രധാനമന്ത്രിയുടെ കൊട്ടാരം, അവരവിടെ യാതൊന്നും നശിപ്പിച്ചില്ല. അവിടെ കയറി അവർ ഇരിക്കുന്നു. അവർക്കും സമാധാനം വേണ്ട, പക്ഷെ അവർക്ക് നിവൃത്തിയില്ല. അതായത് ഓരോരോ കാര്യങ്ങൾ അവർക്ക് എന്താ പറയുക, വിഷമങ്ങൾ അവരുടെ അതാണല്ലോ കുടുംബ ജീവിത അതിന് വേണ്ടിയിട്ടാണ്. അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ എന്താ പറയുന്നത്, ഇതൊക്കെ നമുക്ക് പാഠമാണ്. ഇത് ഷുഡ് ബി ട്രീറ്റഡ് ആസ് എ കേസ് സ്റ്റഡി. എന്താണ് കേസ് സ്റ്റഡി? അതായത് അനാർക്കി, അതായത് നമ്മുടെ ശരിക്കും ഗവേണൻസ് ഇല്ല എങ്കിൽ ഇതായിരിക്കും സ്ഥിതി. ദയവ് ഇത് മറക്കരുത്. നല്ലൊരു ബ്യൂട്ടിഫുൾ രാജ്യമാണ്. അതേപ്രകാരം നമ്മുടെ എത്രയോ ആളുകൾ അവിടെ പണ്ടേ കുടിയേറി പാർത്തിട്ടുണ്ട്. തേയില മരുതൊക്കെയാണ് അവരുടെ കയറ്റുമതി. നമ്മുടെ എത്രയോ ആളുകൾ ജാഫ്ന ഈ സ്ഥലങ്ങളിലൊക്കെ പണ്ടേ പോയിട്ടുണ്ട്. ഇത് റീസെന്റ് ആയിട്ടാണ് നമുക്ക് ഈ കുറച്ച് അതെല്ലാം രാജ്യത്തിനുണ്ടാവും. ഇവിടെ മാത്രം അഫ്ഗാനിസ്ഥാനിൽ നോക്കിയോ, എല്ലായിടത്തും ഉണ്ട്. അത് ഇറാഖിൽ നോക്കൂ, ഇറാനിൽ നോക്കൂ, എല്ലായിടത്തും ഉണ്ട് ഈ പ്രശ്നം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു രാജ്യത്തിനെ മാത്രം നമ്മൾ ഐസൊലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഇതെന്നെല്ലാം പഠിക്കണം. കാരണം നമ്മളെല്ലാവരും, കാരണം എന്താണ് സ്ഥിതി, എങ്ങനെയാണ് വേണ്ടത്, ഹൗ എ ലീഡർ ഷുഡ് ഫങ്ഷൻ, സപ്പോസ് ഇറ്റ് ഇസ് നോട്ട് ഫങ്ഷൻ, വാട്ട് വിൽ ബി ദ കോൺസിക്വൻസ്, അതൊക്കെയാണ് നമ്മൾ നിന്ന് പഠിക്കേണ്ടത്. മനസ്സിലായില്ലേ? കാരണം ഇതെല്ലാം നിങ്ങളുടെ ബുക്കിലും പല കേസ് സ്റ്റഡീസ് ഉണ്ട് കേട്ടോ. ഓക്കെ, സോ എക്കണോമിക് വെൽഫെയർ, ഐ ആം ഗിവിംഗ് ദ എക്സ്പ്ലനേഷൻ ഓർ ഇതിന്റെ ഓരോരോ ഉദാഹരണം തരുമ്പോൾ വേറെ വിധത്തിൽ എടുക്കരുത്. റിലവൻറ്റ് ടു ദ ടോപ്പിക് ആണ്. അതിനെ പോസിറ്റീവ് എടുക്കണേ. വേറെ യാതൊരു വിധത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും കോറിലേറ്റ് ചെയ്യരുത്. കാരണം ഞാൻ പറഞ്ഞത് എക്കണോമിക് വെൽഫെയർ ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ ഈ പ്രശ്നം വന്നത്. അവിടെ മാത്രമല്ല, പലയിടത്തും ഉണ്ട്. അഫ്ഗാനിസ്ഥാനിലും ഒക്കെ ഉണ്ട്, പല രാജ്യങ്ങളിലും ഉണ്ട് എക്കണോമിക് ഇതിന്റെ വളരെ ബിഗ് ഗ്യാപ്പ്. ഓക്കെ, സോ പിന്നെ വേറൊന്ന്, ചിൽഡ്രൻസിന്റെ വെൽബീയിങ്, കുട്ടികളുടെ
അതായത് അവരുടെ എഡ്യൂക്കേഷൻ. അപ്പോൾ അതാ പറയുന്നത് കേട്ടോ, നമ്മുടെ അഫ്ഗാനിസ്ഥാൻ, ഞാൻ പറയുന്ന ഒരു രാജ്യത്തിന്റെ പേര് പറയുന്നത് ആ രാജ്യത്തിനെ മോശമാക്കാനോ അല്ല. അവിടെ കുട്ടികൾക്ക്, അതേമാതിരി സ്ത്രീകൾക്ക്, ഗേൾസിന് സ്കൂളിൽ പോകാൻ പാടില്ല, അങ്ങനെ എന്തോ പർട്ടിക്കുലർ എന്തൊക്കെ റെസ്ട്രിക്ഷൻ ഉണ്ട്, യൂണിഫോം, അതൊക്കെ പല റെസ്ട്രിക്ഷൻ ഉണ്ട്. അപ്പൊ അവർക്ക് ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഒക്കെ എന്തൊക്കെ റെസ്ട്രിക്ഷൻ ഉണ്ട്. നമുക്കറിയില്ല, ഒന്നും ഇതൊക്കെ കേട്ട് കേൾവിയുള്ളൂ, നമുക്കറിയില്ല വാസ്തവാണെന്ന്. അപ്പോ വെൽ ബീയിങ്, നമ്മുടെ നേരെ മറിച്ച് ഇന്ത്യയില് 14 വയസ്സ് വരെ ഫ്രീ എഡ്യൂക്കേഷൻ ആണ് ഇന്ത്യയില്, മനസ്സിലായില്ലേ? അതേമാതിരി ആർക്ക് എവിടെ വേണിച്ചാലും ഇന്ത്യയില് പഠിക്കാം, ജോയിൻ ചെയ്യാം, ഏത് കോഴ്സ് സെലക്ട് ചെയ്യാം, ഏത് ജോബ് ചെയ്യാം, എവിടെ വേണിച്ചാൽ സെറ്റിൽ ചെയ്യാം, ഏത് റിലീജിയൻ, കാസ്റ്റ് ഒക്കെ ചെയ്യാം. അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയ ഒരു ഭരണഘടന വേറെ ലോകത്തിൽ ഇല്ല. ഇത്രയധികം റിലീജിയൻ, ഇത്രയധികം കാസ്റ്റ്, ഇത്രയധികം സ്റ്റേറ്റുകളും ജിയോഗ്രാഫിക്കൽ ഡൈവേഴ്സിറ്റി ഉള്ള രാജ്യം ലോകത്തിലില്ല. നമ്മുടെ ഭരണഘടന 2 കൊല്ലം 11 മാസം ഏകദേശം 18 ദിവസം കൊണ്ട് ഉണ്ടാക്കിയതാണ്. അത് ഏതാനും വേർഡുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഇന്ന് 105 പ്രാവശ്യം ആൾറെഡി അമെൻഡ് ചെയ്തു കഴിഞ്ഞു. കാരണം അത് വരുന്നുണ്ട്. അപ്പം ഞാൻ പറയാം, ഇത് എവിടെയെങ്കിലും നമുക്ക് കൂട്ടിച്ചേർക്കണം വെച്ചാൽ പിന്നെ കൂട്ടിച്ചു. പക്ഷേ സ്ട്രക്ചർ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച്, കാരണം നിങ്ങൾ ബാക്കിയുള്ളതൊക്കെ പുസ്തകം വായിക്കുക. ഇത് ഞാൻ തരുന്നത് അഡീഷണൽ നോളജാണ് കേട്ടോ. എന്ത് ചേഞ്ച് ചെയ്യുമ്പോഴും ഭരണഘടനയുടെ ഉള്ളിൽ അടങ്ങിയ തത്വം മാറ്റാൻ പാടില്ല. ഡെമോക്രാറ്റിക്, സെക്യുലർ, സോവറിജിൻ, ഈ രാജ്യത്തിനൊന്നും മാറ്റാൻ, പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ കനോട്ട് ബി ചേഞ്ച്. ഇപ്പോ എവിടേക്ക് മാറ്റം വരുന്നത്? പണ്ട് 21 വയസ്സിലായിരുന്നു വോട്ട്, അത് 18 ആക്കി. ജനങ്ങളുടെയൊക്കെ ഉപകാരമല്ലേ അത്, മനസ്സിലായില്ലേ? ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കണം 14 വയസ്സിൽ, ജനങ്ങൾ അത് അമെൻഡ് ചെയ്തവര്. അതേമാതിരി ക്രിയേഷൻ ഓഫ് സ്റ്റേറ്റ്, ആന്ധ്രാപ്രദേശിൽ, തെലുങ്കാന, അത് ചെറിയ സംസ്ഥാനത്തിന് കൂടുതൽ വികസിക്കാൻ പറ്റും. അപ്പൊ അത് ജനങ്ങളത് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്, മനസ്സിലായോ? ഈ ഭരണഘടനാ അമെൻമെന്റ്, ഇപ്പൊ JNK ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും ആയിട്ട് ഓരോരോ പ്രത്യേകത ഓരോന്നിനുണ്ടാവും, അതുകൊണ്ടാണ് അമെൻഡ് ചെയ്യണം. അപ്പൊ നല്ലതിന് വേണ്ടിയിട്ട് മാത്രം. സോ പിന്നെ മെയിൻ സ്ട്രീമിങ്, ജെൻഡർ, പുരുഷനും സ്ത്രീകളും, അവര്, അതായത് ഇവരുടെ വെൽബീയിങ്, നന്മ, മനസ്സിലായില്ലേ? കാരണം എല്ലാ സ്ഥലത്തും ഒരേമാതിരി അല്ല, മനസ്സിലായില്ലേ? അപ്പൊ അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എല്ലാവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം. അതൊക്കെ ഭരണത്തിന്റെ, ഏത് ഭരണമായിക്കോട്ടെ, ആരായിക്കോട്ടെ, അത് നമ്മൾ നോക്കേണ്ടതാണ്. പിന്നെ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ, ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സമയക്കുറവ് കൊണ്ടാണ്, വളരെ ഡേഞ്ചറസ് സോണിലാണ് നമ്മുടെ ഇന്ത്യക്ക് ഉള്ളത്. അത് കഴിഞ്ഞ മറ്റേ ഇതിലാണ് ഞാൻ പറഞ്ഞത്, എർത്ത് ഫ്ലഡ്, പിന്നെ സൈക്ലോൺ, ഇതൊക്കെ നമ്മുടെ ഇന്ത്യക്ക് അഫക്റ്റ് ചെയ്യുന്നതാണ്. ഒരു സ്ഥലത്തിൽ അല്ലെങ്കിൽ മറ്റേ സ്ഥലത്ത്, മനസ്സിലല്ലേ? ഫ്ലഡ് പറയേണ്ട ആവശ്യമില്ല, അത് നോർത്തിലും ഉണ്ട്. ഗംഗ, ബ്രഹ്മപുത്ര, നമ്മുടെ ബീഹാറൊക്കെ കണ്ടില്ലേ, അവിടെയൊക്കെ, അത് യമുന, അതേമാതിരി ഡൽഹിയില്, അതേ പ്രകാരം മറ്റുള്ള സ്ഥലങ്ങളെ സൗത്തില്, അതേമാതിരി സൈക്ലോൺ, ബംഗാൾ, ഒറീസ, ആന്ധ്രാപ്രദേശ്, എർത്തുക്കേക്ക്, അതേമാതിരി ലാൻഡ് സ്ലൈഡ്, ഉത്തരാഖണ്ഡ്, അതേമാതിരി എർത്തുക്കേക്ക്, അങ്ങനെയൊക്കെ പല 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 നേച്ചറൽ ഗുജറാത്തൊക്കെ പണ്ട് അനവധി പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ലത്തൂർ, മഹാരാഷ്ട്ര. അപ്പൊ എൻവയോൺമെന്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക, അതിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല, അത് അപകടകരമായിട്ട് പ്രവർത്തിക്കും. കാരണം ലോകത്തിലെ നിങ്ങളുടെ അറിവിന് വേണ്ടി പറയാണ്, വളരെ വൾണറബിൾ ആയിട്ടുള്ള ചില സ്ഥലങ്ങളുണ്ട് നമ്മുടെ ഇന്ത്യയിൽ. കോസ്റ്റൽ ഏരിയാസ്, വെള്ളം കയറും കടലിൽ നിന്നിങ്ങോട്ട്, കാരണം ലോ ലൈനിലാണ്, കടൽ മീതെയാണ്. കടലിലത്തെ വെള്ളം കൂടി വരികയാണ്, കാരണം സ്നോ മെൽറ്റ് ചെയ്യാണ്, ചൂടുകൊണ്ട്, അറ്റ്മോസ്ഫിയർ ചൂടുകൊണ്ട്. അപ്പൊ അതിങ്ങനെ കൂടി വരികയാണ്. അപ്പൊ നമ്മൾ എന്താണെന്ന് വെച്ചാൽ എയർ പൊല്യൂഷൻ, എൻവയോൺമെന്റ്, റേഡിയേഷൻ, നെക്സ്റ്റ് വാട്ടർ പൊല്യൂഷൻ, ഓക്കെ, അതേമാതിരി ലാൻഡ്, എയർ പൊല്യൂഷൻ, ഇതേമാതിരി പിന്നെ മറ്റുള്ള പല വിധത്തിലുള്ള പൊല്യൂഷൻ, ഇതല്ലാതെ നമ്മളെ അവോയ്ഡ് ചെയ്യണം. അങ്ങനെ സുന്ദരമായ ഒരു, പിന്നെ മരങ്ങള് വെട്ടി മാറ്റരുത്. ഒരു മരം വെട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം ഒരു 3, 4, 5 മരങ്ങള് അതോ അത് വീഴാണ് ശരിക്കും നമ്മൾ നടാൻ വേണ്ടി ശ്രമിക്കും. കാരണം അടുത്ത ജനറേഷന് വേണ്ടി നിങ്ങൾ എന്താ ചെയ്യുന്നത്? കാരണം ഉള്ള മരം വെട്ടി നശിപ്പിച്ചാൽ അടുത്ത് വരണം ആ ജനറേഷന് വെള്ളം ഉണ്ടാവില്ല, മഴയുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഈ ഇത് നമ്മുടെ കാട് എന്ന് പറയുന്നത് നിങ്ങളെ വിചാരിക്കരുത് വെറും കാട് മരങ്ങൾ മാത്രം അല്ല. അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരാണ് അറിയോ? അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്
പക്ഷികളുണ്ട്, മൃഗങ്ങളുണ്ട്. ഇതേമാതിരി വനങ്ങൾ ഇതെല്ലാം ഉണ്ടാവുകൊണ്ടാണ് നമുക്ക് റെയിൻ കിട്ടുന്നത് പ്രോപ്പറായിട്ട്. ലാൻഡ് സ്ലൈഡ് തടയുന്നത് വനങ്ങളാണ്. മനസ്സിലായില്ലേ? അപ്പൊ എൻവയോൺമെന്റ് പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യണം, പ്രൊട്ടക്ട് ചെയ്യണം. പിന്നെ നമ്മുടെ കൾച്ചർ ഓരോരുത്തരൊക്കെ ഓരോ വിധം എന്താണ്. പഞ്ചാബിലൊരു കൾച്ചർ, കേരളത്തിലൊരു കൾച്ചർ, ഈവൻ തമിഴ്നാട്, എല്ലാ കൾച്ചറും വളരെ സുന്ദരമായിട്ടുള്ളതാണ്. എല്ലാ ഭാഷയും അതെ, നമ്മുടെ വളരെ നല്ല ഭാഷകളാണ്. എല്ലാം ഏതും സുപ്പീരിയർ എന്ന് ദയവ് ചെയ്ത് പറയരുത്. എൻ്റെ ഭാഷ, എൻ്റെ കൾച്ചർ നല്ലതാണെന്ന് ഒരിക്കലും പറയരുതേ. നല്ലത്, പക്ഷേ അതിനോടൊപ്പം മറ്റുള്ളവരുടെയും നല്ലതാണെന്നേ പറയാൻ പാടൂ. കാരണം ഇത് ഇന്ത്യയാണ്, ഇന്ത്യയിലുള്ള ഭാഷയാണ്. മനസ്സിലായില്ലേ? അപ്പൊ അത് ഒഫീഷ്യൽ അപ്രൂവ്ഡ് ലാംഗ്വേജസ് ആണ് ഇന്ത്യയുടെ. മനസ്സിലായില്ലേ? 22 ഒഫീഷ്യൽ ലാംഗ്വേജസ് ഉണ്ട്. അതേമാതിരി കൾച്ചർ ആയിക്കോട്ടെ, റിലീജിയൻ എല്ലാം ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. അതുകൊണ്ട് ഏത് കൾച്ചറെ നമ്മൾ എവിടെ ചെയ്യുന്നത് അതിനെ ബഹുമാനിക്കണം. നമ്മുടെ കൾച്ചറും നമ്മൾ പ്രിസർവ് ചെയ്യണം. മറ്റുള്ള കൾച്ചറും നമ്മുടെ ഇന്ത്യയുടേതാണ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അയ്യോ ഇത് ഞങ്ങളുടെ അല്ലല്ല. തമിഴ്നാട് പോകുമ്പോൾ തമിഴിൻ്റെ നിങ്ങൾ തമിഴ്നാട്ടിൽ അംഗീകരിക്കൂ, ആന്ധ്രാപ്രദേശ് പോകുമ്പോൾ അവിടെ അംഗീകരിക്കൂ, നോർത്ത് ഇന്ത്യയിൽ പോകുമ്പോൾ ഹോളി ഓക്കെ, ദീപാവലി യെസ് ഓക്കെ, നോ പ്രോബ്ലം. എന്താ ഇവര് ഇതെല്ലാം പാർട്ട് ഓഫ് ഇന്ത്യ. ഇന്ത്യ ഈസ് വൺ, വി ആർ വൺ. യുണൈറ്റഡ്ലി വി ഹാവ് ടു വർക്ക് ഫോർ ദ കൺട്രി, ഫോർ ദ പീപ്പിൾ. അതാണ് വെൽഫെയർ. പിന്നെ ഇൻ ദിസ് യൂണിറ്റ് വി ഷാൽ ഡിസ്കസ് ദ ഗവേണൻസ് ഫ്രെയിംവർക്ക് ഇന്ത്യൻ കോണ്ടാക്ട്, ഇന്ത്യയുടെ ഓരോരോ റോള്, ബോത്ത് സ്റ്റേറ്റ്, സെൻട്രലിന്റെ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ്, അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. സോഷ്യൽ എക്കണോമിക് ഡെവലപ്മെന്റ്, അപ്പൊ എങ്ങനെ നമ്മളെ പുരോഗമനം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷണൽ സുപ്രമസി പറഞ്ഞു കഴിഞ്ഞല്ലോ. അതായത് നമ്മുടെ ഭരണഘടനയിലെ ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ട്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ട്, പിന്നെ സ്റ്റേറ്റിന്റെ ഇതുണ്ട്, ഇതൊക്കെ പലതും ഉണ്ട്. അപ്പൊ അതാണ് സുപ്രമസി. ഭരണഘടനയാണ് ഏറ്റവും. അതില് നമ്മുടെ ഭരണഘടനയ്ക്ക് എഗൻസ്റ്റ് ആയിട്ട് യാതൊന്നും ചെയ്യരുത്. അത് വയലേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഒരിക്കലും ആരും ചെയ്യരുത്. പിന്നെ ഇവിടെ എവർ സീൻസ് ഓക്കെ ദ ടേം ഗവേണൻസ് ബിക്കം ഓക്കെ നൗ കോൺസ്റ്റിറ്റ്യൂഷണൽ സുപ്രമസി. യെസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ മാത്രം പറയാം. സോഷ്യൽ എക്സ്പീരിയൻസ് അതിനെ പറ്റി പറഞ്ഞു. കോൺസ്റ്റിറ്റ്യൂഷൻ സുപ്രമസി. ഡോക്ടർ BR അംബേദ്കർ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആദ്യത്തെ നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, മനസ്സിലായില്ലേ? ഓക്കെ, ആദ്യത്തെ പ്രധാനമന്ത്രി നമ്മുടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ഇവരൊക്കെ ഭരണഘടന ഉണ്ടാക്കുന്ന എല്ലാ കമ്മിറ്റിയിലും മെമ്പേഴ്സാണ് ഉണ്ടായിരുന്നത്. സർദാർ വല്ലഭായ് പട്ടേൽ, അങ്ങനെ പലരും. അപ്പോ ഡോക്ടർ അംബേദ്കർ ഈ ഭരണഘടന നമുക്ക് തരുമ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ സെന്റൻസ് ഒന്ന് ശ്രദ്ധിക്കൂ. അത് ഐ ഫീൽ ദാറ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് വർക്കബിൾ, ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ, റിജിഡ് അല്ല, അമെൻഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോ ആൻഡ് ഇറ്റ് ഈസ് സ്ട്രോങ്, തീർച്ചയായിട്ടും സ്ട്രോങ് ആണ് നമ്മുടെ ഭരണഘടന. ഓക്കെ, നൗ സ്ട്രോങ് ഇനഫ് ടു ഹോൾഡ് ദ കൺട്രി ടുഗദർ. എല്ലാ രാജ്യം ഒരേ ഒറ്റക്കെട്ട്, എല്ലാ സ്റ്റേറ്റും. നമ്മുടെ ഒരു മിനിറ്റ്, ഫെഡറേഷൻ അല്ല, നമ്മുടെ എല്ലാം ഒരു സ്റ്റേറ്റ് എല്ലാം കൂടിയതാണ് നമ്മുടെ രാജ്യം. മറക്കരുത്, ഫെഡറേഷൻ അല്ല. മനസ്സിലായില്ലേ? ഗ്രൂപ്പ് ഓഫ് നമ്മുടെ സ്റ്റേറ്റ്സ് ആണ്, എല്ലാം കൂടിയതാണ് നമ്മുടെ രാജ്യം. മനസ്സിലായില്ലേ? 28 സ്റ്റേറ്റ്, 9 യൂണിയൻ ടെറിട്ടറീസ് ആസ് ഓൺ ഡേറ്റ്. ഓക്കെ, അപ്പൊ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, യു സി ഡോക്ടർ BR അംബേദ്കർ, ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഹോൾഡ്, അവരെന്താ പറഞ്ഞ, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ ഇന്ത്യ വളരെ യുണൈറ്റഡ്ലി നമ്മൾ കീപ്പ് ചെയ്യാൻ വേണ്ടിയും, അതേമാതിരി പീസായിട്ട് നമ്മളെങ്ങനെ ആ പീസ് സമയത്തും സമാധാന സമയത്തും വാർ ടൈമിൽ എങ്ങനെ പ്രവർത്തിക്കണം ഒക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. എമർജൻസി കണ്ടീഷൻസ് ഒക്കെ ആ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോ വി വിൽ ഹാവ് ടു സേ, അതായത് ഒരാളും പറയാതെ നമ്മുടെ ഒരു ബാഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് ആരും പറയരുത്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വാട്ട് വി വിൽ ഹാവ് ടു സേ ഈസ് ദാറ്റ് മാൻ വാസ് വൈൽഡ്. അതായത് മനുഷ്യൻ അതിന് എഗൻസ്റ്റായി പ്രവർത്തിക്കുമ്പോഴാണ് കുഴപ്പമുള്ളൂ. അല്ലെങ്കിൽ ഭരണഘടന പ്രകാരം പ്രവർത്തിക്കുകയാണെന്ന് വെച്ചാൽ യാതൊരു കുഴപ്പമില്ല. അപ്പൊ ഇതുവരെ 75 കൊല്ലം യാതൊരു കുഴപ്പമില്ലല്ലോ ഇന്ത്യക്ക്. മനസ്സിലായില്ലേ? അങ്ങനെ പോട്ടെ. എന്തെങ്കിലും അമെൻഡ്മെന്റ് ഒക്കെ വേണമെച്ചാൽ അത് ചെയ്യട്ടെ, നല്ല കാര്യത്തിനല്ലേ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അതാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഭരണഘടന വളരെ നമ്മുടെ സ്ട്രോങ് ആണ്. പിന്നെ നമ്മുടെ മിനിസ്ട്രി ഉണ്ട്, ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു പറയാനുള്ളത്,
യെസ്, പാർലമെന്ററി സിസ്റ്റം, അതിനെ പറ്റിയിട്ട് പറയാൻ പോകണം. പാർലമെന്ററി സിസ്റ്റത്തിൽ എന്താണ് പാർലമെന്ററി സിസ്റ്റം? പ്രസിഡന്റ്, ഞാൻ വളരെ വളരെ ശ്രദ്ധാപൂർവം കേൾക്കണേ, നമ്മുടെ എന്താണ് പാർലമെന്റ്? പ്രസിഡന്റ്, ലോകസഭ. ലോകസഭ പറഞ്ഞാൽ ലോവർ ഹൗസ് ആണ്. ഹൗസ് ഓഫ് പീപ്പിൾ എന്നാണ് ലോകസഭയെ പറയുക. ലോവർ ഹൗസ് ആണ്. ലോവർ പറഞ്ഞാൽ ചെറിയ ഹൗസ് അല്ല, ആള് മെമ്പേഴ്സ് കൂടുതലാണ്. 550 ആളുകളുണ്ട് MPs. ലോവർ ഹൗസ് എന്നാണ് പറയുക, അതായത് ഹൗസ് ഓഫ് പീപ്പിൾ. പിന്നെ നമ്മുടെ രാജ്യസഭ, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്, അത് 250 ആളുണ്ട്. അതിൽ 12 നോമിനേറ്റഡ് ആണ്. ആർട്ട്, സയൻസ്, സ്പോർട്സ് ഇതെന്നൊക്കെ നോമിനേറ്റഡ് ആണ് 12 ആള്. പിന്നെ അപ്പോൾ 250 ആൾ അത്, 550 ആൾ ഇത്, അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇത്. അപ്പോൾ നമ്മുടെ ഭരണഘടന, പാർലമെന്റ് പറയുന്നത് പ്രസിഡന്റാണ്, അവരുടെ റോളുണ്ട്, ലോകസഭയുടെ റോളുണ്ട്, രാജ്യസഭയുടെ റോളുണ്ട്. ഇതാണ് നമ്മുടെ പാർലമെന്ററി സിസ്റ്റം. പിന്നെ ഇനി വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, യെസ്, പ്രസിഡന്റ് ആണ് നമ്മുടെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്. സ്റ്റേറ്റ് പറഞ്ഞ രാജ്യം കേട്ടോ. പ്രസിഡന്റ് നമ്മുടെ ക്വീൻ എലിസബത്ത് ആണ്, ബ്രിട്ടന്റെ. അതേ പ്രകാരം നമ്മുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ് നമ്മുടെ ഹെഡ് ഓഫ് ദ നേഷൻ. ഓക്കെ, സോ അപ്പൊ നിങ്ങൾ ചോദിക്കും പ്രൈം മിനിസ്റ്റർ ആരാണെന്ന്. ഹി ഈസ് ദ റിയൽ എക്സിക്യൂട്ടീവ്, ഹെഡഡ് ബൈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ ഹെഡാണ്, അയാളാണ് എല്ലാ എക്സിക്യൂട്ടീവ് പവർ കൊടുക്കുന്നത്. പക്ഷേ രാജ്യത്തിന്റെ ഹെഡ് നമ്മുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ്. ഓക്കെ, സോ നോട്ട് ബി, കാരണം പ്രസിഡന്റ് ഓഫ് ഇന്ത്യന് പ്രൈം മിനിസ്റ്റർ അപ്പോയിന്റ് ചെയ്യുന്നതും ഓത്ത് കൊടുക്കുന്നത്, സത്യപ്രതിജ്ഞ കൊടുക്കുന്നത് പ്രസിഡന്റ് അല്ലേ. പ്രസിഡന്റിന് കുറെ പവർ ഉണ്ട് കേട്ടോ, കുറെ അതുണ്ട്. പ്രൈം മിനിസ്റ്റർക്ക് അതിലേറെ പവർ ഉണ്ട്. പോട്ടെ, അപ്പോ റിയൽ എക്സിക്യൂട്ടീവ് പ്രൈം മിനിസ്റ്റർ ആണ് കേട്ടോ. വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ പേഴ്സൺ ഇൻ ദ വേൾഡ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആരായിക്കോട്ടെ അത്, കാരണം അത്രത്തോളം, കാരണം പല ഇതും എല്ലാം, കാരണം ഒന്നാമത് ജനസംഖ്യ നമ്മുടെയാണ്. അടുത്ത് തന്നെ നമ്മൾ 2 കൊല്ലത്തിനുള്ളിൽ 3 കൊല്ലത്തിനുള്ളിൽ ചൈന ബീറ്റ് ചെയ്യും. അത്ര വലിയ ഇതിൽ നമ്മൾ മോസ്റ്റ് പവർഫുൾ പേഴ്സണാണ് നമ്മുടെ പ്രധാനമന്ത്രിയാവാൻ പറ്റും ആർക്കും. അപ്പോ അതൊന്ന്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, യെസ്, പാർലമെന്റിലെ എല്ലാ ബില്ലും പ്രസിഡന്റ് ഓഫ് ഇന്ത്യ പാസ് ചെയ്യണം. പാർലമെന്റിനെ അഡ്രസ് ചെയ്യുന്നത്, സെഷൻ അഡ്രസ് ചെയ്യുന്ന പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ്. പ്രൈം മിനിസ്റ്റർ ഓത്ത് കൊടുക്കുന്ന പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ്. കോൺസ്റ്റിറ്റ്യൂഷണലി ക്രിയേറ്റഡ് ബോഡീസിന്റെ അവർ ആരുടെ ചെയർമാനോ അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്ന അത് ഓത്ത് കൊടുക്കുന്നവരാണ്. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ ഓത്ത് കൊടുക്കുന്നവരാണ്. അറ്റോർണി ജനറലുടെ ഓത്ത് കൊടുക്കുന്നവരാണ്. ഇലക്ഷൻ കമ്മീഷണർ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓത്ത് പ്രസിഡന്റാണ്. വൈസ് പ്രസിഡന്റ് ഓത്ത് കൊടുക്കുന്നത് സത്യപ്രതിജ്ഞ പ്രസിഡന്റാണ്. മനസ്സിലായോ? പോരെ. പിന്നെ അയാൾക്ക് എമർജൻസി പവർ ഉണ്ട്. 3 വിധത്തിൽ എമർജൻസി ഉണ്ട്. എക്സ്റ്റേണൽ എമർജൻസി, വാർ ടൈമിൽ എമർജൻസി ഡിക്ലെയർ ചെയ്യാൻ. ഇന്റേണൽ ഡിസ്റ്റർബൻസസ്, നമ്മുടെ ഡൽഹിയിലും ഒക്കെ കുഴപ്പങ്ങളുള്ള സമയത്ത് അവിടെ കർഫ്യൂ മറ്റേതൊക്കെ ഡിക്ലെയർ ചെയ്യാനുള്ള അധികാരമുണ്ട്. പിന്നെ വേറൊന്ന് ഫൈനാൻഷ്യൽ എമർജൻസിയാണ് 3ാമത്തെ പവർ പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക്. പക്ഷെ ഫൈനാൻഷ്യൽ പവർ എമർജൻസി ഇതുവരെ ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ എക്സ്റ്റേണൽ എമർജൻസി വന്നിട്ടുണ്ട്. പാകിസ്ഥാൻ വാർ, ചൈന വാർ, ബംഗ്ലാദേശ് ആ ടൈമിൽ വന്നിട്ടുണ്ട്. പിന്നെ മറ്റേത് ഇന്റേണൽ ഡിസ്റ്റർബൻസസ്, അതിന്റെ ഡൽഹി, പഞ്ചാബ്, ഗുജറാത്ത്, അങ്ങനെയുള്ള അവിടെയും ഇതേമാതിരിയുള്ള വേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ 3ാമത്തെ എമർജൻസി ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ടില്ല ഇന്ത്യയില്. യെസ്, ഓക്കെ. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഘടകം, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഇസ് സുപ്രീം കമാൻഡർ ഓഫ് ആർമഡ് ഫോഴ്സസ്. ശ്രദ്ധിക്കണം, ഞാൻ പറയുന്ന ഓരോ സെന്റൻസും സമയത്തിന്റെ ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വളരെ ശ്രദ്ധാപൂർവം കേൾക്കണം. അതായത് സുപ്രീം കമാൻഡർ ഓഫ് ആർമഡ് ഫോഴ്സസ് പറഞ്ഞാൽ നേവി, എയർഫോഴ്സ്, നമ്മുടെ മിലിറ്ററി. ഓക്കെ, ഏകദേശം 12 ലക്ഷത്തിലോളം ആള് വരെയിട്ട് വരും തോന്നുന്നുണ്ട്. ഓക്കെ, അതില് ഇത് PSF-ഉം ഇതൊന്നും പെടില്ല കേട്ടോ. നമ്മുടെ CRPF ഒന്നും പെടില്ലേ, അതേമാതിരി CISF ഒന്നും പെടില്ല. ഞാൻ അതിൽ പെടാത്തതിന്റെ കാര്യമാണ് പറയുന്നത്. ആർമി, നേവി, എയർഫോഴ്സ്. അപ്പോ സുപ്രീം കമാൻഡർ ആർമഡ് ഫോഴ്സ് പറഞ്ഞാൽ അങ്ങനെ വിചാരിക്കുക പ്രസിഡന്റ് എവിടെയെങ്കിലും പെട്ടുകൊണ്ട് വാർ ഡിക്ലെയർ ചെയ്യാനോ ഒന്നും അധികാരം അങ്ങനെയൊന്നുമില്ല. അതായത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ ഇത് റെക്കമെൻഡേഷൻ പ്രകാരം പ്രസിഡന്റിനെ ആക്ട് ചെയ്യാൻ പറ്റൂ കേട്ടോ. അല്ലാണ്ട് എനിക്ക് തോന്നിയ മാതിരി ഞാൻ ചെയ്യാൻ വാർ ചെയ്യാൻ ഞാൻ ഹിയർ ബൈ ഡിക്ലെയർ ഐ ആം ദ സുപ്രീം കമാൻഡർ പറയരുത്. അത് അതിനുള്ള അധികാരമല്ല നമ്മുടെ ഭരണഘടന. അതാണ് ബ്യൂട്ടി നമ്മുടെ ഓരോരോ ക്ലോസസ്. ദാറ്റ് ഈസ് പ്രൈം മിനിസ്റ്റർ വിൽ അഡ്വൈസ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അപ്പോൾ അയാളാണ് അഡ്വൈസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും, അപ്പോയിന്റ്മെന്റ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ. നൗ
വേറൊരു കാര്യം, ഇവിടെ വേറെ ഒരു കാര്യം കൂടി ഉണ്ട്. പ്രസിഡന്റിന് എല്ലാ ബില്ലും ഫൈനാൻഷ്യൽ ബില്ല് ലോകസഭയാണ് പാസ്സാക്കുന്നത്. അപ്പോൾ ചില ബില്ല് എല്ലാ ബില്ലും പ്രസിഡന്റ് അപ്രൂവ് ചെയ്യണം. ബില്ല് ലോകസഭ പാസ്സാക്കിയാണ് പ്രസിഡന്റ് അപ്രൂവ് അസന്റ് കൊടുക്കണം. അപ്പോൾ ശ്രദ്ധിക്കണേ, അതിന്റെ അർത്ഥം പ്രധാനമന്ത്രി അങ്ങോട്ട് അയച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം പ്രസിഡന്റ് അപ്രൂവ് ചെയ്യുന്ന വിചാരിക്കരുത്. ചിലപ്പോൾ പ്രസിഡന്റ് തിരിച്ചയക്കുകയും ചെയ്യും. പക്ഷെ തിരിച്ചയച്ചാൽ അതിന്റെ അർത്ഥം പ്രസിഡന്റിന് റിസർവേഷൻ ഉണ്ട് എന്ന് അർത്ഥം. കാരണം എന്തോ ഇത് ഫർദർ ക്ലാരിഫിക്കേഷൻ റിക്വയർഡ്. അങ്ങനെ APJ അബ്ദുൽ കലാം പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ഇതേമാതിരി ഒരു ഇഷ്യൂ പറയണോ, എന്താ ഇഷ്യൂ എന്ന്, റീകൺസിഡറേഷൻ ഫോർ എന്തോ ഓഫീസ് ഓഫ് ദ പ്രോഫിറ്റ് ഓഫ് ബിൽ. പ്രോഫിറ്റ് അതായത് നമ്മളെ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് വേറെ പൊസിഷൻ നമ്മൾ ഹോൾഡ് ചെയ്യരുത്, അങ്ങനത്തെ ഒരു ബില്ലുണ്ടായിരുന്നു. അത് ക്ലാരിഫിക്കേഷൻ വേണ്ടി APJ അബ്ദുൽ കലാം തിരിച്ചയച്ചു. അപ്പൊ തിരിച്ചയച്ച എന്താ ചെയ്യുക, രണ്ടാമതും പ്രധാനമന്ത്രി അതും കൂടി ഒന്നും കൂടി കൺസിഡർ ചെയ്ത്. കാരണം എന്താ അറിയോ, തിരിച്ചയക്കുമ്പോൾ ശ്രദ്ധിക്കണം, പ്രൈം മിനിസ്റ്ററുടെ വിരോധം കൊണ്ടല്ല, അതിൽ എന്തെങ്കിലും ഫർദർ ക്ലാരിഫിക്കേഷൻ ഉണ്ടാവും. അപ്പൊ അതും കൂടി പിന്നെ ഉണ്ടാവും റീസബ്മിറ്റ് ചെയ്യും. പിന്നെ റീസബ്മിറ്റ് ചെയ്താൽ പിന്നെ പ്രസിഡന്റ് അത് അപ്രൂവ് ചെയ്യും. അങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ. പലതിൽ എന്തെങ്കിലും ഇപ്പൊ ഗവർണറും അങ്ങനെ തന്നെയാണ്, സ്റ്റേറ്റിലെ തിരിച്ചയക്കും ഓർഡിനൻസ് ഒക്കെ. എന്തുകൊണ്ട്? അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻ കൊടുക്കണം, എന്നിട്ടാണ് അത് അപ്രൂവ് ചെയ്യൂ. അതാണ് നമ്മുടെ ബ്യൂട്ടി ഓഫ് ദ ഡെമോക്രസി. അല്ലാണ്ട് നമുക്കൊരാൾക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് തോന്നിയത് ചെയ്യാൻ പറ്റില്ല. അവിടെ എല്ലാം കൺട്രോൾഡ് ഓരോരോ കാര്യത്തിലും. മനസ്സിലായില്ലേ? അതായത് ഇപ്പോൾ നമ്മുടെ ഒരാളുടെ അപ്പോയിന്റ്മെന്റ് ആണ് വിചാരിക്കുക, പ്രസിഡന്റ് അത് എന്തോ ഒരു റിസർവേഷൻ ഉണ്ടെങ്കിൽ തിരിച്ചയച്ചിട്ടുണ്ടെങ്കിൽ ഓർക്കണം അതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്. അപ്പൊ അതിൽ ജസ്റ്റിഫിക്കേഷൻ കൊടുത്തിട്ട് രണ്ടാമത്തെ സബ്മിറ്റ് ചെയ്യണം. മനസ്സിലായോ? അപ്പൊ നോക്കിയോ, എല്ലാ ചെക്ക് ഉണ്ട്, ഓരോ സ്ഥലത്തും ചെക്ക്. അപ്പൊ നമ്മളെ നല്ല ഗവേണൻസ് നമ്മൾ എൻഷുർ ചെയ്യാൻ പറ്റും. ഓക്കെ, നോ റോൾ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സിക്യൂട്ടീവ്. അപ്പൊ ഇവിടെ നമുക്ക് പ്രധാനമന്ത്രിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാൻ അപ്പോയിന്റ് ചെയ്യുന്ന അറ്റോർണി ജനറൽ, ഓഡിറ്റർ ജനറൽ, ഓഡിറ്റർ ജനറൽ, പിന്നെ UPSC ചെയർമാൻ, അതേമാതിരി നമ്മുടെ അങ്ങനെ പല കോൺസ്റ്റിറ്റ്യൂഷണൽ ക്രിയേറ്റഡ് ഇലക്ഷൻ, ചീഫ് ഇലക്ഷൻ കമ്മിറ്റി, ഇതൊക്കെ പ്രധാനമന്ത്രി ഒരു കമ്മിറ്റി ഉണ്ട്, ഇതിനൊക്കെ അവരെ റെക്കമെൻഡ് ചെയ്തിട്ടാണ് പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ പ്രധാനമന്ത്രിക്ക് അനവധി പവർ ഉണ്ട്. എല്ലാ ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സിനെയൊക്കെ പ്രധാനമന്ത്രിയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. പ്രധാനമന്ത്രി റെക്കമെൻഡ് അവർക്ക് ഒരു കമ്മിറ്റി ഉണ്ട്, മനസ്സിലായില്ലേ? ഒരു അപ്പോയിന്റ്മെന്റ് കമ്മിറ്റി ഉണ്ട്. അവര് നോക്കും ഓരോന്നോരോ ട്രാൻസ്പെറന്റ് ആയിട്ടാണ്. ഓരോരോ അപ്പോയിന്റ്മെന്റും വളരെ ട്രാൻസ്പെറന്റ് ആയിരിക്കും. പിന്നെ ഹി ഷുഡ് ബി എൻ ഇന്ത്യൻ സിറ്റിസൺ, നമ്പർ 1. അയാളുടെ ബാക്ക്ഗ്രൗണ്ട്, നമ്പർ 2. കോൺട്രിബ്യൂഷൻ ടു ദ കൺട്രി ഓർ വേരിയസ് സർവീസസ്, അത് നോക്കിയിട്ട് ശേഷമല്ലേ ടോപ്പ് ലെവലിൽ അപ്പോയിന്റ് ചെയ്യൂ. പ്രധാനമന്ത്രി നോക്കണം പറഞ്ഞാൽ അയാളുടെ പിന്നെ കീഴിൽ അനവധി ആളുകളുണ്ടല്ലോ. പക്ഷെ വി ആർ ഫോർച്ചുനേറ്റ്, നമ്മുടെ വളരെ നല്ല വിധത്തിലുള്ള സെലക്ഷൻ ആണ് ഓരോരുത്തരും. ഇപ്പോൾ നിതി ആയോഗിന്റെ ചെയർമാൻ ആയിക്കോട്ടെ, വളരെ ഹൈലി ക്വാളിഫൈഡ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ ആയിക്കോട്ടെ, വി ആർ ഫോർച്ചുനേറ്റ് ടു ഹാവ് സച്ച് ഡൈനാമിക് പേഴ്സണാലിറ്റീസ്. ആക്ച്വലി അങ്ങനെ പല ഇതും നമ്മൾ ഈ എക്സിക്യൂട്ടീവിലെ അപ്പോയിന്റ്മെന്റിൽ വളരെ നല്ല, നമ്മുടെ ചീഫ് ജസ്റ്റിസ് ആയിക്കോട്ടെ, അറ്റോർണി വേണുഗോപാൽ 90ാമത്തെ വയസ്സെറ്റാണ് അയാൾക്ക് ഫർദർ എക്സ്റ്റൻഷൻ കൊടുത്തു. ഈ അറ്റോർണി ജനറൽ പറഞ്ഞ ഈക്വൽ ടു സുപ്രീം കോർട്ട് ജഡ്ജിന്റെ ഈക്വലാണ്. ഇപ്പൊ വേണുഗോപാല്, KK വേണുഗോപാല്, അയാളൊക്കെ 90 വയസ്സെറ്റായി രണ്ടാമത് ഫർദർ എക്ഷൻ ബിക്കോസ് ഓഫ് ഹിസ് ഡൈനാമിസം, ബിക്കോസ് ഹി ഹാൻഡിൽഡ് മെനി വൈറ്റൽ കേസസ് ഇൻ ദ പാർലമെന്റ്, സുപ്രീം കോടതിയിൽ നമ്മുടെ ഗവൺമെന്റിന് ഫേവറായിട്ട് പല ജഡ്ജ്മെന്റും അദ്ദേഹം ചെയ്തു. അതിന്റെ സേവനത്തിന് അത്രത്തോളം കഴിവുള്ള ആളുകളായിരിക്കണം നമ്മുടെ രാജ്യത്തിന് വേണ്ടി പടപൊരുതുന്നു. മനസ്സിലായോ? അതേമാതിരി ഇപ്പൊ നിങ്ങളോട് സാൽവേ, അദ്ദേഹം ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അവിടെ പോയിട്ട് പാകിസ്ഥാനിൽ കിടക്കുന്ന നമ്മുടെ ഒരാളുടെ ഇതിനു വേണ്ടി വാദിച്ചു. അയാൾ അവിടെ ജയിച്ചു. അപ്പൊ അത് രാജ്യത്ത്, അപ്പൊ ഓരോരുത്തരും അത് നമ്മൾ നമുക്ക് ഓർക്കണം. വി ആർ ഓൾ അംബാസഡേഴ്സ്. ആക്ച്വലി നമ്മളെ രാജ്യത്തിന്റെ സേവനമാണ് നമ്മൾ ഏറ്റവും ഇത്. അപ്പൊ നമ്മൾ ഓരോന്ന് പ്രവർത്തിക്കുമ്പോൾ ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, നമ്മുടെ മുമ്പിൽ നമ്മുടെ രാജ്യമാണ്. മനസ്സിലായില്ലേ? അതിന് ഹാനികരമായിട്ട് ആരും ഒന്നും ചെയ്യരുത്, അത്രേ ഉള്ളൂ. പിന്നെ വേറെ ഒന്ന്, സിറ്റിസൺസ് ചാർട്ടർ. അതായത് ഒരു കേസ് സ്റ്റഡി ഉണ്ട്. അതെന്താ, മഹാരാഷ്ട്രയില് വർധ ഡിസ്ട്രിക്റ്റില് നമ്മുടെ ഫാർമേഴ്സിന്റെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഡ്രോട്ട്, നിങ്ങൾക്കറിയില്ല, മഹാരാഷ്ട്രയിൽ അനവധി ആളുകൾ സൂയിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കർഷകരൊക്കെ മഴയില്ലാതുകൊണ്ട് വിളവെല്ലാം നശിച്ച് അനവധി സൂയിസൈഡ് ഒക്കെ ഉണ്ട്. അപ്പൊ അവിടെ ഇതേ പ്രകാരം ഇപ്പോഴും ഉണ്ട് മഹാരാഷ്ട്ര അങ്ങനത്തെ ചില സംഭവങ്ങളൊക്കെ.
അപ്പൊ അവിടെ ആളുകൾ ജസ്റ്റ് ഒന്ന് കൂട്ടിയിട്ട് അതിനെ പറ്റിയിട്ട് ഒരു ഇതൊക്കെ നടത്തിയിട്ട് പിന്നെ നമ്മുടെ ഗവൺമെന്റ് പുട്ടപ്പ് ചെയ്ത് ഫാർമേഴ്സ് ഡിപ്രസ്ഡ് ആയിരുന്നു. അതുമാതിരി ക്രോപ്പ് അസിസ്റ്റൻസ് വേണം, ലോൺ വേണം, ചിലത് ലോണൊക്കെ വേവ് ഓഫ് ചെയ്യണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല അതുണ്ടായിരുന്നു ഓരോ അതെല്ലാം ഗവൺമെന്റ് കൺസിഡർ ചെയ്യണം. കാരണം എന്താ വെച്ചാൽ ഇതെല്ലാം എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ് ജനങ്ങളുടെ. ചിലപ്പോൾ അത് മാത്രമല്ല, ചില സമയത്ത് നോക്കുള്ളൂ തക്കാളി പാല് 1 രൂപ, തക്കാളിക്ക് 1 കിലോന് 1 രൂപ. അവരെന്നിട്ട് അത് വിറ്റിട്ട് ഒരു കാര്യമില്ല, 1 രൂപയ്ക്ക് വിറ്റിട്ട്. കാരണം അത് ഉണ്ടാക്കാൻ തക്കാളിക്ക് ചിലപ്പോൾ 5 റുപ്യ 10 റുപ്യ ചിലവുണ്ട്. അപ്പൊ തക്കാളി മുഴുവൻ റോഡ് കൂടി ഇട്ട് ട്രക്കും ബസ്സും ഒക്കെ അതിന്റെ മുകളിൽ കയറി, അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കർണാടകയിലൊക്കെ. അതേമാതിരി പാലിന് വിലയില്ലാണ്ട്, പാല് ഇതേ ഇഷ്ടം, പാലില്ല, റോഡ് കൂടെ ഒഴുകിക്കളയുക. അതിന്റെ അർത്ഥം എന്താണ്? പ്രൊട്ടസ്റ്റാണ്. അങ്ങനെ വിചാരിക്കരുത് റോഡ് കൂടെ പാലിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക, അത് അവരുടെ പ്രൊട്ടസ്റ്റാണ്. കാരണം അവരുണ്ടാക്കുന്ന സാധനത്തിന് വിലയില്ല. അപ്പൊ നമ്മൾ ഗവൺമെന്റ് എന്താ ചെയ്യേണ്ടത്? അതാണ് ഗവേണൻസ്. അവർക്ക് അഡിക്വേറ്റ് അതിന്റെ പൈസ കൊടുക്കണം. അല്ലെങ്കിൽ അവര് എന്താ പറയണ്ട, ജനങ്ങളെ വളരെ സഫറാവും. കാരണം അവർ ജീവിക്കാൻ നിവൃത്തിയില്ലാണ്ടാവും. അവരുടെ ആകെ അവര് പശുവിനെ കറന്നിട്ടോ അല്ലെങ്കിൽ എരുമ കറന്നിട്ടൊക്കെ ആയിരിക്കും. അവർക്ക് പാലിന് വലിയ തക്കാളിക്ക് 1 രൂപയൊക്കെ ആവുമ്പോൾ എന്താ സ്ഥിതി? കർഷകന് അവന് അത് വിളവെടുക്കാൻ എത്ര സമയം പിടിക്കുക? അത് നിങ്ങൾ ആലോചിച്ചു. അപ്പോ ഇങ്ങനെയൊക്കെയുള്ള അപ്പൊ അതുണ്ട്. പിന്നെ റോൾ ഓഫ് പൊളിറ്റിക്സ് ഇതിൻ്റെ ഞാൻ പറഞ്ഞു. റോൾ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സിക്യൂട്ടീവ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഈ വേറൊരു കാര്യമുണ്ട്. ഈ നമ്മുടെ അനവധി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. യു ടേക്ക് എക്സാമ്പിൾ ഓഫ് മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. അപ്പൊ ഇത് പിന്നെ നോക്കൂ, ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് പലരും ഉണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് ഈ നോക്കൂ, എൻവയോൺമെന്റ് പ്രോപ്പർ അല്ലെങ്കിൽ അത് ജനങ്ങളെ എഫക്ട് ചെയ്യും. അപ്പൊ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അതിനെ ഡിപ്പെൻഡ് ചെയ്ത്. എൻവയോൺമെന്റ് പ്രോപ്പർ അല്ലെങ്കിൽ കാട് എൻവയോൺമെന്റ് മഴയില്ലെങ്കിൽ കർഷകർക്ക് കൃഷി ചെയ്യാൻ പറ്റുമോ? കാടില്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, മൃഗങ്ങള്, പക്ഷികള്, റയർ അനിമൽസ്, റയർ ബേർഡ്സ്, ഇവർക്ക് ഇത് ചെയ്യാൻ പറ്റും. ലാൻഡ് സ്ലൈഡ്സ്, ഉത്തരാഖണ്ഡ് നോക്കൂ, ലാൻഡ് സ്ലൈഡില് അതിനെ തടഞ്ഞു നിർത്തുന്നത് നമ്മുടെ കാടുകളാണ്, മരങ്ങളാണ്. അല്ലെങ്കിൽ ഇത് ചെരിഞ്ഞ് കംപ്ലീറ്റ് വീഴും. അപ്പൊ ഇതൊക്കെ നമ്മളെ എൻവയോൺമെന്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത് പിന്നെ ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ, പിന്നെ റൈറ്റ് ടു ഇൻഫർമേഷൻ. അതായത് നമ്മുടെ ഏറ്റവും സുപ്രസിദ്ധമായ ഒരു ഇതാണ് നമ്മുടെ റൈറ്റ് ടു ഇൻഫർമേഷൻ. അതായത് എന്ത് ഗവൺമെന്റ് ട്രാൻസ്പെറന്റ് ആയിട്ട് ജോലി ചെയ്യണം, അത് അറിയാനുള്ള അധികാരം ഓരോരുത്തർക്കുണ്ട്. അതാണ് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ. അതായത് ആരെങ്കിലും ഒരു പെറ്റീഷൻ കൊടുക്കുകയാണെന്ന് വെച്ചാൽ അത് ഡിഫൻസ് സീക്രട്ട് നിങ്ങൾക്ക് കിട്ടില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് ഡീലിങ്, PWD വർക്ക്, മറ്റേതൊക്കെ ഒരു ചെയ്യും. റൈറ്റ് ഇൻഫർമേഷൻ നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ എന്തോ ഒരു ചെറിയ ഫീസ് ഉണ്ട് കേട്ടോ. പക്ഷെ 30 ദിവസത്തിനുള്ളിൽ റിപ്ലൈ തരണം. എന്താണ് റൈറ്റ് ടു ഇൻഫർമേഷൻ? ടു ഇൻസ്പെക്ട് വർക്ക്സ്, ഡോക്യുമെന്റ്സ്, പിന്നെ എന്തെങ്കിലും നോട്ട്, സർട്ടിഫൈഡ് കോപ്പീസ് ഓഫ് ഡോക്യുമെന്റ്സ്, സാമ്പിൾസ്, സർട്ടിഫൈഡ് സാമ്പിൾസ്, പ്രിന്റ് ഔട്ട്സ്, ഡിസ്ക്, ഫ്ലോപ്പി, ഇലക്ട്രോണിക് മോഡ്, ഇതിൻ്റെയൊക്കെ RTI റൈറ്റ് ടു ഇൻഫർമേഷൻ ഇതിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. പിന്നെ സിറ്റിസൺ ചാർട്ടർ, എവിടെയത്? സിറ്റിസൺ ചാർട്ടർ പറഞ്ഞാൽ എല്ലാ സ്റ്റേറ്റും കൂടി 1997 അവര് നമ്മുടെ ജനങ്ങൾക്ക് സേവനം ഏതെല്ലാം സർവീസ് റെൻഡർ ചെയ്യണം അതിനെപ്പറ്റി ഒരു എല്ലാ സ്റ്റേറ്റിലത്തെ ചീഫ് മിനിസ്റ്റർമാരെല്ലാവരും കൂടിയിട്ട് ഒരു സമ്മേളനം ഉണ്ടായിരുന്നു. ജനങ്ങളുടെ സേവനത്തിന് വേണ്ടി ഏതെല്ലാം സർവീസ് ഓരോരോ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അത്. പിന്നെ പബ്ലിക് ഹിയറിംഗ്, എവിടെയത്? പബ്ലിക് ഹിയറിംഗ്. ഓക്കെ, പബ്ലിക് ഹിയറിംഗ് എന്ന് വെച്ചാൽ അതായത് നോക്കൂ, എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ്. എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഒരു ഡാം പണിയാണെന്ന് വിചാരിക്കുക, അവിടെ എർത്തുക്കേക്ക് ഉണ്ടായി എന്നുണ്ടെങ്കിൽ അവിടെയുള്ള സ്ഥലം ഡാം പണിത് എന്തായിരിക്കും സ്ഥിതി? അപ്പൊ ജനങ്ങൾ പറഞ്ഞ് മറ്റുള്ളവർ കേൾക്കണം എന്നർത്ഥം, അല്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരും. മനസ്സിലായില്ലേ? ഉദാഹരണം, നമ്മുടെ എന്താ എൻ്റെ പേര്, ബദ്രീനാഥ് തെഹരി ഡാം, ഭാഗീരഥി റിവറിലാണ്. അവിടെ ഡാം കെട്ടരുത്. തെഹരി ഡാം ലോകത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന സ്ഥലത്ത് ചെയ്യുന്ന ഉത്തർപ്രദേശ്, പണ്ട് ഉത്തർപ്രദേശായിരുന്നു സ്ഥലം, ഇപ്പോൾ ഉത്തരാഖണ്ഡ് എന്തായിട്ടുണ്ട്. അപ്പൊ അവിടെ ഡാം പണിയരുത് എന്ന് പറഞ്ഞിട്ടാണ് ചിപ്കോ മൂവ്മെന്റ്, സുന്ദർലാൽ ബഹുഗുണ നിരാഹാര സത്യാഗ്രഹം നടത്തുന്നത്. എന്താ കാരണം വെച്ചാൽ
ഭൂമി കുലുക്കം ഹിമാചൽ പ്രദേശിന്റെ അടുത്താണത്. ആ ഹിമാലയത്തിന് തൊട്ടടുത്ത് എപ്പോഴും ഭൂമി കുലുക്കം ഉണ്ടാവും. ഭൂമി കുലുക്കി ഡാമറ്റ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഇതാ തീർന്നു പരിപാടി. 30 ലക്ഷം 40 ലക്ഷം ആള് വെള്ളത്തിൽ പോകും. കെട്ടരുത് കാരണം നമ്മുടെ ഹിമാലയൻ ബെൽറ്റ് എർത്തുക്കേക്ക് പ്രോൺ ഏരിയയാണ്. മറക്കരുതേ, നേപ്പാളില് അതും ഹിമാലയൻ ബെൽറ്റാണ്. ഏതാനും കൊല്ലങ്ങൾക്ക് മുമ്പ് എന്തുണ്ടായതെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. എത്ര ആയിരം കണക്കിൽ ആളുകൾ മരിച്ചത്. അത് മരിച്ചതിൻ്റെ ഒന്നും കണക്കൊന്നുമില്ല, കാരണം വെച്ചാൽ മണ്ണിന്റെ അടിയിൽ പോയല്ലോ പലരും. അത് മാത്രമല്ലല്ലോ, എങ്ങനെ കണക്കെടുക്കുക? അവിടെ പോകുന്നതെല്ലാം പിക്നിക്കിന് മറ്റേ ആളുകള് സ്ഥലം കാണാനൊക്കെ പോകുന്നു. അതിനകത്ത് എവിടുന്നാ വരണം, നമുക്ക് വിസ വേണ്ട, ഇന്ത്യയിൽ നിന്നും പോവും, മറ്റുള്ളവരിൽ പോവും, എല്ലാ സ്റ്റേറ്റിൽ നിന്നും പോവും. അപ്പൊ ആരാ പോയതിന് ഒരു രേഖയില്ല. അപ്പൊ എത്ര ആള് പോയി എന്നോ മരിച്ചതൊന്നും അറിയില്ല. അപ്പോ പബ്ലിക് ഹിയറിംഗ് പറഞ്ഞാൽ ജനങ്ങളുടെ ബുദ്ധിമുട്ട് അറിയണം. ഇപ്പൊ നോക്കോളൂ, ജഗദീശ്പൂർ ഇവിടെ മഹാരാഷ്ട്രയിലെ ന്യൂക്ലിയർ പവർ പ്ലാന്റ് പറഞ്ഞാൽ അനുവദിച്ചിട്ടില്ല. അതേമാതിരി നമ്മുടെ കുടംകുളം അനവധി പ്രൊട്ടസ്റ്റ് ഉണ്ടായിരുന്നു തമിഴ്നാട്ടില്. ഫിഷർമാൻ അതിന്റെ വേസ്റ്റേജ് കടലിൽ പോയിട്ടുണ്ടെങ്കിൽ മത്സ്യം എല്ലാം വിഷം റേഡിയേഷൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അതാണ്. ഇനി അടുത്ത സോഷ്യൽ ഓഡിറ്റ്. എന്താ സോഷ്യൽ ഓഡിറ്റ്? നമുക്ക് ഒരു ഉദാഹരണം, നമ്മള് ജനങ്ങൾ, അതായത് പല സേവനങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, അതൊക്കെ പ്രോപ്പറായി ചെയ്യുന്നുണ്ടോ? ഹോസ്പിറ്റലിൽ മരുന്ന് കൊടുക്കുന്നുണ്ടോ? ഡോക്ടർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ടോ? അതേമാതിരി അവിടെ ബെഡ് ഉണ്ടോ? അതേമാതിരി ഓക്സിജൻ, അതേമാതിരി പല 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 ഇപ്പൊ കോവിഡ് ആണ്, അതിനുള്ളതുണ്ടോ? വെന്റിലേറ്ററാ, ഇതൊക്കെ ഉണ്ടോ? ഇതൊക്കെ ഒരു സോഷ്യൽ ഓഡിറ്റ്. പ്രോപ്പറായിട്ട് ഗവൺമെന്റ് സേവനം ചെയ്യുന്നുണ്ടോ? ജനങ്ങൾക്ക് തൃപ്തികരമാണോ? ഇതൊക്കെ തന്നെയാണ് സോഷ്യൽ ഓഡിറ്റ്. അതേമാതിരി പഞ്ചായത്ത് രാജ് സിസ്റ്റം, അവർ പ്രോപ്പറായി മണി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ? ഓരോ ഫണ്ട് എങ്ങനെ അലോക്കേഷൻസ്, അല്ലാതെ എങ്ങനെ യൂട്ടിലൈസേഷൻ ഒക്കെ സോഷ്യൽ ഓഡിറ്റ് വേണമെന്നാണ് പറയുന്നത്. ഓക്കെ. പിന്നെ ഗവേണൻസ്, യെസ്. അടുത്ത സ്റ്റേറ്റ് ലെവലില് പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ സംസ്ഥാനം, ലോക്കൽ പറഞ്ഞ പഞ്ചായത്ത്. ലോക്കൽ 3 വിധമാണ്: ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഡിസ്ട്രിക്ട് പഞ്ചായത്ത്, അതായത് നമ്മുടെ ജില്ലാ പഞ്ചായത്ത്. പിന്നെ അടുത്തത് റോൾ ഓഫ് ജുഡീഷ്യറി. ബ്യൂട്ടിഫുൾ ജുഡീഷ്യറിയാണ് നമ്മുടെ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. വൺ ഓഫ് ദ ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള ജുഡീഷ്യറിയാണ് ഇന്ത്യയിലത്തെ, ലോകത്തിൽ തന്നെ നമ്മുടെ സുപ്രീം കോർട്ട്. ചില തെറ്റുകൾ, ചെറിയ വിഷമങ്ങളോ എന്തെങ്കിലും ഉണ്ടാവും, ആളുകൾക്ക് ഡിഫറൻസ് ഒപ്പീനിയൻ ഉണ്ടാവും. പക്ഷേ മറക്കരുത്, റോൾ പ്ലേഡ് ബൈ ദ ജുഡീഷ്യറി ഈസ്. ജുഡീഷ്യറി ഇല്ലെങ്കിൽ എന്താ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ. എല്ലാവരും നമ്മൾ അവിടെ പോകുന്നത് ഓരോരോ കാര്യങ്ങളിലാണ്. പക്ഷെ നമ്മൾ ആവശ്യമില്ലാത്തതിനും പോകുന്നുണ്ട്, അത് വേറെ കാര്യം. ചെറിയ ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങൾ, അമ്പലങ്ങളിൽ ആരെ കടത്തണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യണം, അവിടെ എങ്ങനെ പോകണം, അതേമാതിരി ചെരുപ്പിട്ട് പോകാൻ പാടും, അങ്ങനെ ഉള്ള ചെറിയ ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോലും നമ്മൾ പോകുന്നുണ്ട്. പക്ഷേ എല്ലായിടത്തും അവർ റെമഡി കാണുന്നുണ്ട്. കാരണം വി ആർ ഹാവിങ് വെരി വെരി ഗുഡ് ജുഡീഷ്യറിയിൽ. ഇപ്പൊ നമ്മുടെ സുപ്രീം കോടതിയിലൊക്കെ ജഡ്ജ് ആവണം എന്നുണ്ടെങ്കിൽ വളരെ ഹൈലി കോമ്പറ്റന്റ് ആയ ആളുകൾക്ക് പറ്റൂ, വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ആളുകൾക്ക് പറ്റൂ, കറപ്റ്റ് ആളുകൾക്ക് പറ്റില്ല. അവരുടെ സെലക്ഷൻ വളരെ റിഗ്രസ് ആണ്. നമ്മുടെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനൊക്കെയാണ് സുപ്രീം കോടതി ജഡ്ജായിട്ട് വരുന്നത്. പിന്നെ ജഡ്ജായിട്ട് പിന്നെ റിട്ടയർ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് വേറെ ജോലി ചെയ്യാൻ പാടില്ല എന്നൊക്കെയാണ് പറയുക. അവർക്ക് നല്ല സാലറി എല്ലാം കൊടുക്കേണ്ടത്. ദേ ഷുഡ് ബി ഹാപ്പി. കാരണം കറപ്ഷൻ ഒന്നും അവർ ചെയ്യാൻ പാടില്ല. വേറെ അത് റിട്ടയർമെന്റ് കഴിഞ്ഞാൽ 62 വയസ്സൊക്കെയാണ് തോന്നുന്നുണ്ട്. പിന്നെ നമ്മുടെ ജഡ്ജിന്റെ ചീഫ് ജസ്റ്റിസിന് 65 തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യറിയിലെ 30 ജഡ്ജും ഏകദേശം 34 സംതിങ് ഉണ്ട്, ഒരു ചീഫ് ജസ്റ്റിസും. 30 ഉണ്ടായിരുന്നു പണ്ട്, ഇപ്പൊ 34 ജഡ്ജാണ് തോന്നുന്നുണ്ട് ആയിട്ടുണ്ട്. ഒരു ചീഫ് ജസ്റ്റിസുമാണ് 34. അതൊക്കെ പാർലമെന്റാണ് തീരുമാനിക്കുന്നത് എത്ര വേണം. കാരണം കേസ് അത്ര പെൻഡിങ് ഉണ്ട്. ഒരുപടി കേസ് നമ്മുടെ ജുഡീഷ്യറിയിൽ പെൻഡിങ് ഉണ്ട്, ഒരുപാട് കേസ്. പിന്നെ നിങ്ങൾ ഓർക്കേണ്ടത്, ഇന്ത്യയിലെ ടോട്ടൽ 24 25 ഹൈക്കോർട്ടേ പക്ഷെ സ്റ്റേറ്റ് 28 ഉണ്ട്. കാരണം ചെറിയ ചെറിയ കൊച്ചു കൊച്ചു സ്റ്റേറ്റിന് ഹൈക്കോർട്ടില്ല. ചണ്ഡീഗഡ് ഹൈക്കോർട്ട് ഓഫ് ഇത് നമ്മുടെ ചണ്ഡീഗഡിലെ ഹൈക്കോർട്ട്, പഞ്ചാബിന്റെ ഹരിയാന ഹൈക്കോർട്ട് ഒന്നാണ്, ഹരിയാനയ്ക്ക് പഞ്ചാബിനും. അതേമാതിരി ഗുവാഹട്ടിയിലും മറ്റേതൊക്കെ ഉണ്ട്. അതേ പ്രകാരം 3-4 സ്റ്റേറ്റിന് ഒന്നാണ്. അതേമാതിരി ഗോവ പണ്ട് മഹാരാഷ്ട്രയിലുണ്ടായിരുന്നു, ഇപ്പൊ അറിയില്ല എനിക്ക് എന്താണെന്ന്, ബെഞ്ച് ഉണ്ടോ സെപ്പറേറ്റ് ഉണ്ടോ. അങ്ങനെ റോൾ ഓഫ് ജുഡീഷ്യറി ഈ സുപ്പീരിയർ, ദേ ആർ പ്രൊട്ടക്ടിങ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. പിന്നെ റോൾ ഓഫ് മാർക്കറ്റ്. പിന്നെ സിവിൽ സൊസൈറ്റി ജനങ്ങളുടെ ഓരോരോ കാര്യങ്ങളാണ്. നമ്മുടെ ഓരോരോ ജുഡീഷ്യറിയെ പറ്റി പറഞ്ഞു, നമ്മൾ ചെയ്യേണ്ട കടമകൾ ഓരോരുത്തർ, അത് മനസ്സിലായില്ലേ, ഓരോരോ രാജ്യത്തിന് വേണ്ടിയിട്ട്. അതേ പിന്നെ വേറൊരു കാര്യം, ഇവിടെ സിവിൽ സൊസൈറ്റിയിൽ ഒരു കാര്യം കൂടി പറയണ്ടേ, രാജ്യത്തിന് നമ്മുടെ സേവനം ആവശ്യമുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ റെൻഡർ ചെയ്യാൻ തയ്യാറാകണം. അതും കൂടി ഉണ്ട് കേട്ടോ.
അതും പിന്നെ സിവിൽ സൊസൈറ്റി എത്രയും നമ്മൾ ഡിസ്കസ് ചെയ്താണ്. സിവിൽ സൊസൈറ്റി ദേ ആർ റെൻഡറിങ് വെരി ഗുഡ് സർവീസ്. അതേമാതിരി നാച്ചുറൽ കലാമിറ്റി ഇതിലൊക്കെ നമ്മുടെ പിന്നെ വളരെ പ്രോപ്പർ അവയർനെസ്, എഡ്യൂക്കേഷൻ, അതേമാതിരി അവരുടെ പല കാര്യങ്ങളും നമ്മുടെ ഗവൺമെൻറ് അത് സിവിൽ സൊസൈറ്റിയെ വളരെയധികം നന്നായിട്ട് നോക്കുന്നുണ്ട്. പല നിയമങ്ങളുണ്ട്. അത് നോ റോൾ ഓഫ് മാർക്കറ്റ്. റോൾ ഓഫ് മാർക്കറ്റിൽ ഒരു കാര്യം പറയാനുണ്ട് കേട്ടോ. പണ്ട് ചില പ്രൊഡക്റ്റിന് മോണോപ്പൊളി ആയിരുന്നു. ബാട്ടാ ഷൂ, അംബാസഡർക്കാർ, ഞാൻ പറഞ്ഞില്ല ഇന്നലെ, ഇതിനൊക്കെ മോണോപ്പൊളി ഉണ്ട്. ഇന്ന് മോണോപ്പൊളി ഇല്ല. കോമ്പറ്റീഷൻ ആക്ട് ഉണ്ട്. കോമ്പറ്റീഷൻ വഴി ഞങ്ങളാണ് ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 എന്ന് പറയരുത്. ചില സമയത്ത് വേറെ ഉണ്ടാവും കോമ്പറ്റേറ്റർ. നമ്മൾ നുണ പറയരുത്. വി ആർ നമ്പർ 1. അപ്പൊ അതൊക്കെ കോമ്പറ്റീഷൻ പാടില്ല. ഹെൽത്തി കോമ്പറ്റീഷൻ ഇസ് അലൗഡ്. മറ്റുള്ളവരുടെ കാല് വാരി നിങ്ങൾ മുമ്പാക്കാൻ വരാൻ എല്ലാവർക്കും അധികാരമുണ്ട് ബിസിനസ് ചെയ്യാനും നന്നാക്കാനും പൈസ ചെയ്യാനും. അപ്പം പക്ഷെ മറ്റുള്ളവരുടെ കാല് വാരി നമ്മൾ അത് ചെയ്യരുത്. പക്ഷെ ജസ്റ്റിഫയബിൾ വേ മാത്രമേ പാടൂ. ഓക്കെ. നോ പിന്നെ വേറൊന്ന് വോയിസ് ഓഫ് അക്കൗണ്ടബിലിറ്റി. എന്ത് ചെയ്യുമ്പോഴും അതിന്റെ അക്കൗണ്ടബിലിറ്റി വേണം. പൊളിറ്റിക്കൽ സ്റ്റാബിലിറ്റി വേണം. India is very, very fortunate that we were having political stability even after, getting independence. 17 കൊല്ലാണ് നമ്മുടെ നെഹ്റു ഭരിച്ചത്. അയാൾ മരിക്കുകയാണ് ചെയ്തത്. അതുമാതിരി 14 കൊല്ലാണ് നമ്മുടെ വേറെ പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി, അങ്ങനെ മോഡിജി, അനവധി വർഷങ്ങളായി. അതാണ് നമ്മുടെ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി വിച്ച് യു കനോട്ട് സീ ഈവൻ ബ്രിട്ടൻ. നോക്കൂ, ബ്രിട്ടനിൽ നോക്കൂ. ബ്രിട്ടനിലല്ലേ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ. എന്താ സ്ഥിതി? മിന്നാന്ന് അവിടുത്തെ പ്രധാനമന്ത്രി രാജിവെച്ചിരുന്നു. മനസ്സിലായില്ലേ? കാര്യം മനസ്സിലായില്ലേ? അവിടെ എന്താ പറയണ്ടേ, ഓരോരോ കൊല്ലത്തിൽ നമ്മുടെ അങ്ങനെയല്ല. 5 കൊല്ലാണ്. എക്സെപ്റ്റ് ഒരു ചെറിയ പീരീഡിൽ മാത്രം നമ്മുടെ ദേവഗൌഡ, ചന്ദ്രശേഖർ, VPC, അതേമാതിരി കുറച്ച് ഒരു വർഷം 6 മാസം അങ്ങനെ. അത് വേറെ, അത് കൊലീഷൻ ഗവൺമെന്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അല്ലെങ്കിൽ വളരെ സ്റ്റേബിൾ ആയിരുന്നു നമ്മുടെ. രാജീവ് ഗാന്ധി ഫുൾ 5 ഇയർ, മൻമോഹൻ സിംഗ് 10 കൊല്ലം, 14 കൊല്ലം, ഇന്ദിരാഗാന്ധി 17 കൊല്ലം. നോക്കൂ എന്താ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി. നോക്കൂ ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി നോക്കൂ. നമ്മുടെ ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്ററും ഈക്വലി കോമ്പറ്റന്റ് വേൾഡ് ഫിഗർ, വളരെ ഔട്ട്സ്റ്റാൻഡിങ് പേഴ്സണാലിറ്റി ആൻഡ് ഹാവിങ് വെരി ഗുഡ് മെജോറിറ്റി. ലോകസഭ, ഈവൻ രാജ്യസഭ ഓൾസോ. പറയാൻ കേട്ടു, രാജ്യസഭയിൽ ഈവൻ നമ്മുടെ വൈസ് പ്രസിഡന്റ് ഇലക്ഷനിൽ അവർക്ക് കംപ്ലീറ്റ് മെജോറിറ്റി എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഈസ് വെരി, വെരി എസെൻഷ്യൽ ഫോർ ദ സർവൈവൽ ഓഫ് എ കൺട്രി. രാജ്യം പുരോഗമിക്കാനും വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാനും ഇത് ആവശ്യമാണ്. പിന്നെ പ്രധാനപ്പെട്ട വേറൊന്ന് ഗവൺമെന്റ് എഫക്റ്റീവ്നെസ്. ഗവൺമെന്റിന്റെ എഫക്റ്റീവ്നെസ് വേണം. റൂൾ ഓഫ് ലോ, നിയമങ്ങൾ പാലിക്കണം. കൺട്രോൾ ഓഫ് കറപ്ഷൻ പാടില്ല. ഇതൊക്കെയാണ്. പിന്നെ കറപ്ഷൻ നമ്മുടെ ഇവിടെ ഒരു കാര്യം പറയണ്ടേ, നമ്മുടെ ഏറ്റവും കറപ്റ്റ് കൺട്രീസിൽ നമ്മുടെ ഇന്ത്യയും വരുന്നുണ്ട് ലാസ്റ്റിൽ കേട്ടോ. നമ്മുടെ സ്ഥാനം ശരിയല്ല, സാറ്റിസ്ഫാക്ടറി അല്ല. ഇന്ത്യ കറപ്റ്റ് കൺട്രീസിൽ പിന്നെ എന്താ പറയണ്ടേ, വൺ ഓഫ് ദ കറപ്റ്റ് കൺട്രീസ് ഇൻ ദ വേൾഡ്. അത് ശ്രദ്ധിക്കണം. നമ്മുടെ സ്ഥാനം 100-130 സ്ഥാനത്താണ് നമ്മുടെ. അല്ലെങ്കിൽ പോട്ടെ 90 അല്ലെങ്കിൽ 70. 1ാം സ്ഥാനം 2ാം സ്ഥാനം ഒന്നും ഇല്ല. അപ്പൊ കറപ്ഷൻ ഉണ്ടെന്നല്ല അർത്ഥം. ഓക്കെ, 70 പിടിച്ചോളൂ, അല്ലെങ്കിൽ 80. ഓക്കെ, നോ. അതിന്റെ അർത്ഥം നമ്മള് വളരെ ട്രാൻസ്പെറന്റ് ആയിരിക്കണം. നോ വിത്ത് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, LPG പറഞ്ഞ ഗ്യാസ് അല്ല. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ ഇറ, reinforcing of the agenda governance for development, contemporary governments have thus realized that potential participatory governance, ജനങ്ങള്, സ്റ്റേറ്റും ജനങ്ങളും എല്ലാവരും കൂടിയതാണ്. അപ്പോൾ ഇൻഡിസ്പെൻസിബിൾ ഇൻ ദ വേ ഗവൺമെന്റ് ഫംഗ്ഷൻ, ഇന്ത്യ ബീങ് ദ ലാർജസ്റ്റ് ഡെമോക്രസി ഇൻ ദ വേൾഡ്. ഇതെല്ലാം പറഞ്ഞു. സ്ട്രീം ലൈനിങ്, വർക്കിംഗ്, ബ്യൂറോക്രസി വളരെ ശ്രദ്ധാപൂർവം അറിഞ്ഞിരിക്കണം. മാർക്കറ്റിനെ പറ്റി അറിയണം, സിവിൽ സൊസൈറ്റിയുടെ ഡ്യൂട്ടി അറിഞ്ഞിരിക്കണം, ഡെമോക്രസിയെ പറ്റി അറിയണം, ട്രാൻസ്പെറൻസി വേണം, അക്കൗണ്ടബിലിറ്റി പറഞ്ഞു കഴിഞ്ഞു. സോ പോപ്പുലേഷൻ സ്പ്രെഡ് അക്രോസ്. പോപ്പുലേഷൻ പല വിധത്തിലുള്ള പോപ്പുലേഷനാണ് നമ്മുടെ. മനസ്സിലായില്ലേ? ജിയോഗ്രാഫിക്കൽ ലൊക്കേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതൊക്കെ രാജ്യങ്ങൾ ഓരോരോ നമ്മുടെ ഇതാണ് ജിയോഗ്രഫി ഉണ്ട്. അങ്ങനെ സെൽഫ് ഓർഗനൈസിങ്, നമ്മൾ എംപവർമെന്റ്, ഓരോരുത്തർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതിന്റെ അങ്ങനെ എല്ലാ ചാലഞ്ചസും നമ്മൾ മീറ്റ് ചെയ്യണം. അടുത്തത് യൂണിറ്റ് 4 സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻ ഗവേണൻസ്. യൂണിറ്റ് 3 കഴിഞ്ഞു. മീനിങ് സ്റ്റേക്ക് ഹോൾഡർ. എന്താണ് സ്റ്റേക്ക് ഹോൾഡർ? ഇത് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതായത് സ്റ്റേക്ക് ഹോൾഡർ പറഞ്ഞാൽ ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്ത് മറ്റേത്. അതെന്താണ് ഞാൻ പറഞ്ഞുതരാം. ഒരു കാര്യം നോക്കൂ, ഇത് എടുക്കണം, ബാക്കിയൊക്കെ നോക്കിക്കോളൂ. സ്റ്റേക്ക് ഹോൾഡർ തിയറി, ഗവേണൻസ് ആൻഡ് അതർ.
നിങ്ങളുടെ ഇൻഫർമേഷൻ വേണ്ടി പെട്ടെന്നാണ് ഉത്തരം പറഞ്ഞുതരാം. ഇതാ ഒരു കാവേരി റിവർ എന്താ ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്ത് മറ്റുള്ളത്, അതാണ് സ്റ്റേക്ക് ഹോൾഡർ. നോക്കോളൂ, ഈ നമ്മുടെ ഇപ്പം നോക്കോളൂ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, അതിനെ ഡിപ്പെൻഡ് ചെയ്തല്ലേ മറ്റു സ്റ്റേറ്റുകൾ. മറ്റുള്ള സ്റ്റേറ്റിന് പൈസയില്ല ഇവരുടെ കയ്യില്. ഓർക്കണം, അവരെ നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പൈസ കൊടുത്താലേ അവരേലുള്ളൂ. അവരുടെ കിട്ടുന്ന റവന്യൂ ശമ്പളം കൊടുക്കാനേ ഉള്ളൂ സ്റ്റേറ്റിന്. അപ്പോ അതേമാതിരി ഇപ്പൊ കാവേരി വാട്ടർ നോക്കോളൂ. കാവേരി വാട്ടർ പറഞ്ഞാൽ കർണാടകയിലത്തെയാണ്. പക്ഷേ ആരാ സ്റ്റേക്ക് ഹോൾഡർ? കർണാടക, തമിഴ്നാട്, കേരള, പോണ്ടിച്ചേരി, 4 സ്റ്റേറ്റും കാവേരി വാട്ടറിൽ അധികാരപ്പെട്ടതാണ്. മനസ്സിലായില്ലേ? അപ്പൊ നോക്കൂ, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണ്? നദി 1 അല്ല ഡാം 1, പക്ഷെ 4 ആള് അധികാരം. അപ്പൊ ഒന്നിനോടൊന്ന്, അതായത് ആരെ ഡിപ്പെൻഡ് ചെയ്തപ്പോഴത്തേക്കുള്ളൂ. വേറൊരു കാര്യം, ഒരു കമ്പനി, ഇപ്പൊ ഒരു കമ്പനി എന്ന് വിചാരിക്കുക. ആ കമ്പനി ആരൊക്കെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അറിയാമോ? ഇൻവെസ്റ്റേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ് ഇല്ലേ? ഇൻവെസ്റ്റേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്, അതിന്റെ പുറമെ എംപ്ലോയീസ്, എംപ്ലോയർ, അതിന്റെ പുറമെ ഗവൺമെന്റ്. പറയാൻ എന്താ ഗവൺമെന്റ് എന്ന് കേട്ടോ, പറയാൻ ഞാനത് കഴിഞ്ഞിട്ട്. സപ്ലയർ, കസ്റ്റമർ, മനസ്സിലായില്ലേ? അതേമാതിരി NGOs, എന്താ വെച്ചാൽ ഇതിൽ നിന്ന് NGO പൈസ മേടിക്കുന്നുണ്ട്, എന്നിട്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനി ഗവൺമെന്റ് എങ്ങനെ സ്റ്റേക്ക് ഹോൾഡർ ആവുന്നത് നോക്കോളൂ. സ്ഥാപനം ഉണ്ടെങ്കിലല്ലേ നികുതി കിട്ടൂ. നമ്മള് ഇൻകം ഉണ്ടാവുകൊണ്ടല്ലേ ഇൻകം ടാക്സ് കൊടുക്കണേ, വെൽത്ത് ഉണ്ടാവുകൊണ്ടല്ലേ വെൽത്ത് ടാക്സ് കൊടുക്കണേ, ഗിഫ്റ്റ് ഉണ്ടാവുകൊണ്ടല്ലേ ഗിഫ്റ്റ് ടാക്സ് കൊടുക്കുന്നത്. അപ്പൊ ഒരു ഉദാഹരണം, ഇവിടെ ഒരു ലുലു മാൾ എന്താ വിചാരിക്കുക. ഇവിടെ ഐ വിൽ ടെൽ യു, ഇൻ കളമശ്ശേരി സം ടൈം ബാക്ക് 8 കോടി രൂപയാണ് അവര് വെറും ടാക്സ് മാത്രം കൊടുക്കുന്നത്. അപ്പൊ ആ ലുലു മാൾ ഇല്ലെങ്കിൽ ടാക്സ് കൊടുക്കും, അവിടെ കിട്ടുമോ ആ മുനിസിപ്പാലിറ്റിക്ക്? യു ടേക്ക് ദ എക്സാമ്പിൾ ഓഫ് ഗുരുവായൂർ ടെമ്പിൾ. ഞാൻ ഉദാഹരണം നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ പറയുന്നത്. ഗുരുവായൂർ ടെമ്പിൾ, അവിടെ മാരേജ് നിങ്ങൾക്ക് അറിയാലോ, നടത്തുന്നത് എത്രയോ മാരേജസ് നടക്കുന്നതാണ്. അവിടെ മുനിസിപ്പാലിറ്റി ഉണ്ട്. മുനിസിപ്പാലിറ്റി ഏക ഇൻകം, അവിടെ ഏറ്റവും കൂടുതൽ ഇൻകം മാരേജ് രജിസ്ട്രേഷൻ ആണ്. അപ്പോ നോക്കുള്ളൂ, സ്റ്റേക്ക് ഹോൾഡേഴ്സ് നോക്കുള്ളൂ. പക്ഷേ അപ്പൊ ഒന്നിനോട് ഡിപ്പെൻഡ് ചെയ്ത് മറ്റേത്. അവിടെ മാരേജ് നടക്കുന്നു, ഇവിടെ രജിസ്ട്രേഷൻ നടക്കുന്നു, രജിസ്ട്രേഷൻ കാശ് കിട്ടുന്നു, ഗവൺമെന്റ് പോകുന്നു. അപ്പൊ നോക്കൂ എത്രത്തോളാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഓരോ അപ്പൊ നമ്മുടെ കമ്പനി എന്ന് വെച്ചാൽ അതിന് ഇൻവെസ്റ്റേഴ്സിന്റെ കാശ് മുടക്കുന്നവരുണ്ട്, ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, എംപ്ലോയീസ് വേണം കമ്പനിയിലെ, എംപ്ലോയർ മാനേജ് ചെയ്യണം, അതേമാതിരി കസ്റ്റമർ വേണം, വെൻഡർ വേണം, സപ്ലൈ ചെയ്യുന്ന സാധനങ്ങൾ സപ്ലൈ ചെയ്യണം, അത് കസ്റ്റമർ മേടിക്കണം, NGOs ഉണ്ട്, അതുമാതിരി ഗവൺമെന്റ് ഞാൻ ആൾറെഡി പറഞ്ഞു. അങ്ങനെ പലരും സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. ഓക്കെ, ഏകദേശം മനസ്സിലായി കഴിഞ്ഞു വിചാരിക്കുക. ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്ത് മാറ്റേത്, മനസ്സിലായില്ലേ? അടുത്ത്, the traditional model of public service delivery and public policy in contemporary time seems to be keeping pace with the city. നമ്മുടെ ജനങ്ങളുടെ എക്സ്പെക്ടേഷൻ ഫുൾഫിൽ ചെയ്യണം. ട്രഡീഷണൽ മോഡൽ, പണ്ടത്തെ മോഡലിന് പറ്റില്ല ഇപ്പോ, മനസ്സിലായി? അങ്ങനെയൊന്നും ഭരിക്കാൻ ഇപ്പൊ പറ്റില്ല. ഗവേണൻസിന്റെ പുതിയ ഡെവലപ്പ് ചെയ്താണ്. പണ്ടത്തെ എന്തെങ്കിലും കൊണ്ട് ഇപ്പൊ ചെയ്യാൻ പറ്റുമോ? പണ്ടത്തെ പാട്ട്, മെലോഡിയസ് സോങ് പറ്റുമോ? ഇപ്പൊ നമ്മുടെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് വേറെ വിധത്തിലാണ്. ഞാൻ ഉദാഹരണം പറയുന്നത്, പണ്ട് ആക്ടേഴ്സ് എങ്ങനെ എഴുതിയാറ് അതേമാതിരി ഇപ്പൊ ആക്ട് ചെയ്ത പടം ഓടൂ. ഇങ്ങനെയൊക്കെ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. പക്ഷെ അതിന്റെ അർത്ഥം ഓൾഡ് ഈസ് ആൾവേസ് ഗോൾഡ് ഓൾസോ, അതുകൊണ്ട് മറക്കരുതേ. അപ്പോൾ അതിന്റെ അർത്ഥം എല്ലാം ഇതുമാണ്, നമ്മുടെ കൾച്ചറും ഒക്കെ മാറ്റണം എന്നല്ല ഞാൻ പറയുന്നത് അതിന്റെ അർത്ഥം. പക്ഷെ ഓർമ്മിക്കുക, നമ്മള് ചാലഞ്ചസ് നമ്മൾ, അതായത് ഒഴുക്കിനെതിരെ നീന്തരുത്. നിങ്ങൾ വെള്ളത്തിൽപ്പെട്ട ഒഴുക്കിനോടൊപ്പം പോവുക. കുറെ അങ്ങോട്ട് ഒഴുകി പോകുമ്പോ എന്തെങ്കിലും മരത്തിന്റെ ജില്ല എന്തെങ്കിലും കിട്ടും, അവിടെ ചാടി പിടിച്ച് കയറുക. അല്ലാതെ ഒഴുക്കിനെതിരെ നീന്തി എന്താ സ്ഥിതി? അതേമാതിരി ടെക്നോളജി ഫാസ്റ്റ് ഡെവലപ്പിംഗ്, നിങ്ങൾക്ക് ടെക്നോളജിയെ വേണ്ട, റെസിസ്റ്റ് ചെയ്യണം ശരിക്കും. എന്താ സ്ഥിതി? എവിടെ എത്തും നിങ്ങൾ? വികസിക്കാൻ പറ്റില്ല. ഇവിടെ ഇപ്പൊ നോക്കോളൂ, സൂപ്പർ സോണിക് യുഗങ്ങളാണ്, ബ്രഹ്മോസ് അതേമാതിരിയുള്ളതിന് ആ സമയത്ത് വേണ്ട, നമുക്ക് ഒന്നും വേണ്ട എന്ന് പറയാൻ എന്താ സ്ഥിതി? പണ്ട് ഒരു ഇന്ത്യൻ എയർലൈൻസ് എയർ ഇന്ത്യ ഉണ്ടായിരുന്നു ഇവിടെ. ഇന്നത്തെ സ്ഥിതി എന്താ? നോൺ സ്റ്റോപ്പ് ഫ്ലൈറ്റ് ആണ് കാനഡയ്ക്കും USA-ക്കൊക്കെ. 14 hours 17 hours ഒക്കെ എടുക്കുന്ന ഇത് നോൺ സ്റ്റോപ്പ് ആണ്. ചാലഞ്ചസ് ആർ മെനി. കമ്മ്യൂണിക്കേഷൻ ഈസ് ഫാസ്റ്റ്. എന്താ പറയണ്ടേ, ലോകം തന്നെ വളരെ ചെറുതായി 1 മിനിറ്റ് കൊണ്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. കൊളാബറേഷൻ, പിന്നെ മറ്റുള്ള രാജ്യങ്ങളായുള്ള കൊളാബറേഷൻ, കൺസൾട്ടേഷൻ, പാർട്ട്ണർഷിപ്പ്. അതായത് കൺസൾട്ടേഷൻ ആവശ്യമാണ് പലരും. പാർട്ട്ണർഷിപ്പ്, എന്തേ പാർട്ട്ണർഷിപ്പ്?
പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ എല്ലാം നമ്മുടെ ഗവൺമെന്റ് കാശുണ്ടാവില്ല. മെട്രോ, റെയിൽവേ, നമ്മുടെ ഡൽഹി മെട്രോ, DMRC, ജപ്പാന്റെ ബാങ്കിൽ നിന്നാണ് ലോണ്, നമ്മുടെ കൊച്ചിൻ ഇത് ഫ്രാൻസിൽ നിന്നാണ്. അപ്പോൾ പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ഇസ് വെരി വെരി എസെൻഷ്യൽ. ഓക്കെ, അങ്ങനെ എല്ലാ സ്ഥലത്തും പെട്രോൾ, കെമിക്കൽ പലതിലും അങ്ങനെ. ഇപ്പോൾ ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിലൊക്കെ റഷ്യയുടെയും മറ്റേതിൻ്റെയൊക്കെ പല ഇതുണ്ട്, പലതും ജർമ്മനിയുടെ ആയിക്കോട്ടെ, ഇപ്പോൾ നമ്മുടെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ജർമ്മനി, അങ്ങനെ പല 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 പലതുണ്ട്. ഓക്കെ, നൗ സ്റ്റേക്ക് ഹോൾഡേഴ്സ് മീനിങ് അക്കോർഡിംഗ് ടു Boyard and Lofer, public governance issues are likely to involve the ഒന്ന് citizen, community, NGO, business, media, public agencies, elected രാഷ്ട്രീയ പ്രവർത്തകര്, ട്രേഡ് യൂണിയൻ. ഈ ട്രേഡ് യൂണിയൻ ആക്ട് ഉണ്ട്. എന്തിനാ ഈ ട്രേഡ് യൂണിയൻ? നമ്മളെ ഒരിക്കലും മോശമായിട്ട് അവർ കരുതരുത്. അവരുടെ റൈറ്റ്. അവരില്ലെങ്കിൽ എന്താ സ്ഥിതി? കിട്ടിയ ശമ്പളം കൊണ്ട് പോകേണ്ടി വരില്ലേ അവർക്ക് ജീവിക്കാൻ പറ്റുമോ? അപ്പോൾ ഈക്വൽ പേ, ഈക്വൽ റിമ്യൂണറേഷൻ, ജോബിനനുസരിച്ച് അവർക്ക് വേണം. ബോണസ് ആണ് എന്തായിക്കോട്ടെ. കമ്പനി കൂടുതൽ പ്രോഫിറ്റിൽ പോവാണ് വിചാരിക്കുക. അപ്പൊ അത് പ്രോഫിറ്റ് എങ്ങനെ ഉണ്ടാവുന്നത്? എംപ്ലോയീസ് ഉണ്ടാവണ്ടല്ലേ. അപ്പൊ കമ്പനി പ്രോഫിറ്റിൽ ഓടുമ്പോ അതിന്റെ ഒരു ഭാഗം നമ്മുടെ എംപ്ലോയീസിനും കൊടുക്കണം. മനസ്സിലായോ? അപ്പോൾ ട്രേഡ് യൂണിയൻ ദർ ഈസ് എ ട്രേഡ് യൂണിയൻ ആക്ട് ഓൾസോ. അവരുടെ പ്രസിഡന്റ്, ഓഫീസ് ബെയറേഴ്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. പിന്നെ പല റൈറ്റ്. പിന്നെ വേറൊരു കാര്യം, ഇവര് ഈ ഓഫീസ് ബെയറേഴ്സിന് നമ്മളെ ആക്ഷൻ ഒന്നും, ഡിസിപ്ലിനറി ആക്ഷൻ അവർ എടുക്കാൻ പറ്റില്ല. കാരണം ദേ ആർ റെപ്രസെന്റിങ് the employees actually. They have to take care of the welfare of the employees. പിന്നെ മീഡിയ, പബ്ലിക് ഏജൻസി, ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് കേട്ടോ. പിന്നെ സ്റ്റേക്ക് ഹോൾഡർ തിയറി, സ്റ്റേക്ക് ഹോൾഡർ ഇൻ ഗവേണൻസ് പ്രോസസ്, പിന്നെ കമ്മ്യൂണിക്കേഷൻ, കൺസൾട്ടേഷൻ, പാർട്ടിസിപ്പേഷൻ. അതായത് എല്ലാവരുടെ പാർട്ടിസിപ്പേഷനും പല വിധത്തിലുള്ള ഓരോരോ പാർട്ടിസിപ്പേഷൻ ഉണ്ട്. റെപ്രസെന്റേഷൻ, കൊളാബറേഷൻ, അല്ലേ? ഓരോരോ കൊളാബറേഷനിൽ ഇപ്പം നോക്കൂ നിങ്ങൾ, ടെക്നിക്കൽ കൊളാബറേഷനിലെ പലതും. നമ്മുടെ സ്പേസ് പ്രോഗ്രാം നോക്കൂ, കൊളാബറേഷൻ. അതേമാതിരി മാരുതി സുസുക്കി കൊളാബറേഷൻ വിത്ത് ജപ്പാൻ. എന്തും വേണം. ഞാൻ ഉദാഹരണങ്ങൾ പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഓരോരോ കാര്യങ്ങൾ. അപ്പൊ കൺസൾട്ടേഷൻ വേണം നമുക്ക്, പല കാര്യത്തിൽ കൺസൾട്ടേഷൻ വേണം. ഫോറിൻ കൺസൾട്ടന്റ് ആവശ്യമുണ്ടാവും ചില സമയത്ത്. മനസ്സിലായില്ലേ? കൺസൾട്ടേഷൻ, പിന്നെ ബാങ്ക്, അതിൻ്റെയൊക്കെ പലതും. പിന്നെ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് അറിയാം എല്ലാ കാര്യങ്ങളും. പിന്നെ കോ ഡിസിഷൻ ആൻഡ് കോ പ്രൊഡക്ഷൻ. നോ ഒരു വേറൊരു കാര്യം കൂടി ഞാൻ പറയണ്ടേ, അക്കൗണ്ടബിലിറ്റി. യെസ്, സ്റ്റേക്ക് ഹോൾഡറുടെ എലക്റ്റഡ്, ഓക്കെ, രാഷ്ട്രീയ പ്രവർത്തകര് അല്ലെ, എലക്റ്റഡ് പൊളിറ്റീഷ്യൻ. അപ്പൊ ഈ സ്റ്റേക്ക് ഹോൾഡർ പറഞ്ഞ ഉത്തരവാദിത്തം ഉണ്ട്. ഈ ഇതിന്റെ നോക്കൂ, നമ്മുടെ ഇതിന്റെ മുമ്പേ കണ്ടോ, മറ്റേ എലക്റ്റഡ് പൊളിറ്റീഷ്യൻ, അവര് ചോദ്യങ്ങൾ ചോദിക്കും. ജനങ്ങളുടെ സേവനമാണ് അവർക്ക്. അത് നമ്മളിപ്പോൾ പാർലമെന്റിലോ അസംബ്ലിയിലോ ചോദിക്കുന്ന സമയത്ത് അതിന് ഉത്തരം കൊടുക്കണം. അവരും സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്, അവർക്ക് അറിഞ്ഞേ പറ്റൂ. അപ്പോൾ അവരും പല കാര്യങ്ങളിലും സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. പിന്നെ പബ്ലിക് ഏജൻസീസ് ഉണ്ട്, പല പബ്ലിക് ഏജൻസിൻ്റെ, മീഡിയ ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, നോൺ പ്രോഫിറ്റ് NGOs, പിന്നെ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ദാറ്റ് ആർ ലൂസ്ലി ഓർഗനൈസ്. പിന്നെ ചില കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ സ്ട്രക്ചേർഡ് അല്ല. അവർ സ്വമേധയാ സ്വന്തം ഇത് ഉപയോഗിച്ചിട്ട് ചിലർ അവനാൽ സാധിക്കുന്ന ചില നല്ല നല്ല കാര്യങ്ങൾ ചെയ്യും. പിന്നെ നമ്മുടെ സിറ്റിസൺ ആസ് ഇൻഡിവിജ്വൽസ്, ഓരോ ഇൻഡിവിജ്വലിനും അവനവൻ്റെതായ കടമയുണ്ട്. പിന്നെ ഇതാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് കേട്ടോ. അതായത് ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്ത് മറ്റേത്. കമ്പനി ഉണ്ടെങ്കിലല്ലേ ട്രേഡ് യൂണിയൻ ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഓരോരോ ഗവൺമെന്റിന്റെ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ ട്രേഡ് യൂണിയൻ ഉണ്ടല്ലോ. അപ്പൊ അവരവരുടെ അവകാശത്തിന് വേണ്ടിയിട്ടല്ലേ. സപ്പോസ് അതില്ലേ വിചാരിക്കുക, ഈ എംപ്ലോയീസിന് കിട്ടിയ ശമ്പളം കൊണ്ട് പോകേണ്ടി വരും വീട്ടിലൊക്കെ, അവർക്കൊന്നും കിട്ടില്ല. അപ്പൊ മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് ദേ ആർ ഓൾസോ പ്ലേയിങ് ദിയർ റോൾ. അപ്പൊ തിയറി അതുമായി. പിന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഗവേണൻസ് പ്രോസസ് അതുമായി. പിന്നെ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഓർഗനൈസേഷൻ അതായി. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഒരു ചെറിയൊരു എക്സാമ്പിള്. നമ്മുടെ ഏത് സ്ഥലത്താണത്, ഒരു സപ്പോസ് എന്തെങ്കിലും ഒരു പ്രൊജക്റ്റോ എന്താ ഏതോ എവിടെ നാസിക്, ഇവിടെ മഹാരാഷ്ട്രയിലെ ദേ ഡിസൈഡഡ്, വർസോവ, ബോംബെയില്,
അതായത് വീക്കെൻഡിൽ മാലിന്യങ്ങൾ കൂടി ഇങ്ങനെ കിടക്കുകയാണ് റോഡിൽ. അപ്പോൾ അവിടുത്തെ ജനങ്ങള് തീരുമാനിച്ചു ഈ മാലിന്യങ്ങളെ വീക്കെൻഡിൽ എല്ലാവരും കൂടി ചേർന്നിട്ട് ആ മാലിന്യങ്ങളെല്ലാം നീക്കം ചെയ്ത് ഡിസ്പോസ് ചെയ്യും. അത് മുനിസിപ്പൽ കോർപ്പറേഷൻ ചെയ്യേണ്ടതാണ്. പക്ഷെ ബോംബെയിലത്തെ മുനിസിപ്പൽ കോർപ്പറേഷന്റെ സ്ഥിതി അറിയാം നിങ്ങൾക്ക്. ബിഗ്ഗസ്റ്റ് മുനിസിപ്പൽ കോർപ്പറേഷൻ, ഏറ്റവും വലിയ മുനിസിപ്പൽ കോർപ്പറേഷൻ. അതിന്റെ ബഡ്ജറ്റ് കണ്ടാൽ തന്നെ യു പി സ്റ്റേറ്റിന്റെ ബഡ്ജറ്റാണ് നമ്മുടെ ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷന്റെ ബഡ്ജറ്റ്. നമ്മുടെ യു പി സ്റ്റേറ്റിന്റെ ബഡ്ജറ്റാണ്, വിച്ച് ഈസ് ദ ബിഗ്ഗസ്റ്റ് സ്റ്റേറ്റ് ഇൻ ദ കൺട്രി. അപ്പോൾ അവിടുത്തെ മാലിന്യങ്ങൾ അവർക്ക് അവരുടേതായ മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അവിടെ മാലിന്യങ്ങളെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ ജനങ്ങൾ തന്നെ എല്ലാവരും കൂടിയിട്ട് വീക്കെൻഡിൽ എല്ലാ മാലിന്യം നീക്കം ചെയ്യാൻ ചെയ്യും. അപ്പോൾ അതിൽ എല്ലാവരും സഹകരിച്ച് അങ്ങനെ ക്ലീൻ. അപ്പോൾ എന്താ പറയണ്ടേ, എവിടെ പ്രശ്നമുണ്ടോ, എവിടെ നമുക്ക് സഹകരിക്കാൻ പറ്റുമോ, ഗവൺമെന്റിനോടൊപ്പം പ്രവർത്തിച്ച് ചെയ്യാൻ പറ്റുമോ, അവിടെ നമ്മൾ ചെയ്യണമെന്നാണ് നമ്മൾ പറയുന്നത്, ഗവൺമെന്റ് പറയുന്നത്. പിന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെതായി ഞാൻ എക്സാമ്പിൾ ഇനി വേറെ എന്തെങ്കിലും നോക്കട്ടെ. ഞാൻ അലയൻസ് പാർട്ട്ണർഷിപ്പ്, ചില കമ്പനികളിൽ ഇത്ര ഷെയർ ഒരാളുടെ, ചില പാർട്ട്ണർഷിപ്പ്, പിന്നെ മൾട്ടിപ്പിൾ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട് ചിലരുടെ. അത് പിന്നെ അലയൻസ് എന്ന് പറഞ്ഞാൽ അറിയാം, ചില മറ്റുള്ളവരായിട്ടും കൂടിയുള്ള ഇത്. പിന്നെ കോമൺഷിപ്പ് ബേസ്ഡ് പ്ലാനിങ്, ഓക്കെ. പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ്, എന്തെങ്കിലും അപകടങ്ങൾ സംബന്ധിച്ചാൽ അത്. അപ്പോ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻവോൾവ്മെന്റ് ഇൻ ഗവൺമെന്റിൽ എന്താണ് ചെയ്യേണ്ടത്? സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻവോൾവ്മെന്റിൽ എവിടെ ഗവർണൻസ് ഫോംസ്. 1, കമ്മ്യൂണിക്കേഷൻ ത്രൂ ഇൻഫർമേഷൻ ഷെയറിങ്. എന്തെങ്കിലും ഡിസാസ്റ്റർ എന്തെങ്കിലും വരുന്ന സമയത്ത് നമ്മൾ അത് ഇൻഫർമേഷൻ, പക്ഷെ കറക്റ്റ് ഇൻഫർമേഷൻ, ആളുകളെ പേടിപ്പിക്കരുത്. 2, കൺസൾട്ടേഷൻ വേണം, മറ്റുള്ളവരായിട്ട് കൺസൾട്ട് ചെയ്ത്. പിന്നെ ഗ്യാദർ ഇൻഫർമേഷൻ എക്സ്പീരിയൻസ് ഫ്രം സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഫോർ ഫൈനൽ ഔട്ട്കം. കറക്റ്റ് ഇൻഫർമേഷൻ മറ്റുള്ളവരോടും കൂടി കൺസൾട്ട് ചെയ്യുക. പാർട്ടിസിപ്പേഷൻ ഇൻവോൾവിങ് ദം ഇൻ പോളിസി പ്രൊജക്ട്. റെപ്രസെന്റേഷൻ ഇത് ആവശ്യമാണ്. കോ ഡിസിഷൻ, എല്ലാവരും കൂടി കോ പ്രൊഡക്ഷൻ, ഇതും അത്യാവശ്യമാണ്. പിന്നെ ഓക്കെ. പിന്നെ 73-74 ഭരണഘടന അമെൻഡ് ചെയ്തത് നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഉണ്ടാക്കാനും അതേമാതിരി പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിന് വേണ്ടിയിട്ടാണ് ഭരണഘടന അമെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 73 പറഞ്ഞത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, 74 എന്ന് പറയുന്നത് മറ്റേ നമ്മുടെ മുനിസിപ്പൽ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള. മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞാൽ ടൗണിലാണ്, മുനിസിപ്പൽ കോർപ്പറേഷൻ പറഞ്ഞ സിറ്റിയിലാണ്. പിന്നെ പഞ്ചായത്ത് രാജ് സിസ്റ്റമാണ് മറ്റുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ്, ഇതാണ് വേറെ. അപ്പൊ കമ്മ്യൂണിറ്റി ബേസ്ഡ് പ്ലാനിങ് അത്യാവശ്യമാണ്. ഓക്കെ. പിന്നെ വേറെ ഒരു റെസിസ്റ്റൻ, എപ്പോഴും നമ്മളെ ചേഞ്ചസിന് റെസിസ്റ്റ് ചെയ്യാൻ പാടില്ല. പിന്നെ സഫീഷ്യന്റ് മണി വേണം. ആബ്സെൻസ് ഓഫ് പൊളിറ്റിക്കൽ വില്ലാണ്, ലീഡർഷിപ്പാണ് ഗവേണൻസ് സുന്ദരമാക്കാൻ വേണ്ടത്. പിന്നെ നല്ല നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേണം. പിന്നെ മോണിറ്ററിങ് ആവശ്യമാണ്. ഇതൊക്കെ ഗവേണൻസിന്റെ പെട്ടതാണ്, നല്ല നല്ല ഗവേണൻസിൽ ഇത് പെട്ടതാണ്. ഇനി എന്താണ് കോമൺ പ്രോപ്പർട്ടി റിസോഴ്സസ്? കോമൺ പ്രോപ്പർട്ടി അതായത് നമ്മളെ these are natural resources owned and managed collectively by a community or society than by individuals. ഒരാളുടെ മാത്രമേ മറ്റുള്ളവരുടെയൊക്കെ അതാണ് കോമൺ പ്രോപ്പർട്ടി ഓരോരുത്തരുടെ. പിന്നെ കോർപ്പറേറ്റ് ഗവേണൻസ് അറിയാലോ, അതായത് the system of rules, practices and processes by which a firm directed. അതേമാതിരി ഓരോരോ ഇതും ഷെയർ ഹോൾഡേഴ്സും മാനേജ്മെന്റും കസ്റ്റമറും സപ്ലയറും ഫൈനാൻഷ്യറും ഗവൺമെന്റ് കമ്മ്യൂണിറ്റി ഇവരൊക്കെ കൂടിയതാണ് നമ്മുടെ ഇത്. പിന്നെ ഡെമോക്രസി എന്ന് വെച്ചാൽ ഇലക്ട്രോണിക്സ് ഇൻഫർമേഷൻ ഇറാ ഓഫ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, അതാണ് ഡെമോക്രസി. അറിയില്ലേ, ഓരോരോ ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശം. പിന്നെ സോഷ്യൽ ക്യാപിറ്റൽ റെഫേഴ്സ് ടു നെറ്റ്വർക്ക് റിലേഷൻഷിപ്പ്, അതായത് മറ്റുള്ളവരായിട്ട് റിലേഷൻഷിപ്പ്. പിന്നെ കലക്റ്റീവ് ഫങ്ഷനിങ്, സോഷ്യൽ ഗ്രൂപ്പ്, എല്ലാവരുമായിട്ടുള്ള ഗ്രൂപ്പീസ് അല്ല, എല്ലാവരും കൂടി മിങ്കിൾ ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങൾ. ഇന്റർപേഴ്സണൽ, എല്ലാവരോടും സഹോദര സ്നേഹം. അതേമാതിരി മറ്റുള്ളവർ എല്ലാം ഒരേമാതിരി കാണുക. ഷെയർ അണ്ടർസ്റ്റാൻഡിങ് വേണം. ഓരോരോ വാല്യൂ സിസ്റ്റം, കോപ്പറേഷൻ, എത്തിക്സ്, ഇതൊക്കെയാണ് ആവശ്യം. അപ്പോൾ കൺക്ലൂഷൻ ഈ യൂണിറ്റിന്റെ വി ഹാവ് ലേൺഡ് അബൌട്ട് സിഗ്നിഫിക്കൻസ് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻ ഗവേണൻസ്. അപ്പോൾ ഗവേണൻസിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് നമ്മൾ പറഞ്ഞു. ദർ ആർ വേരിയസ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ടു എൻഹാൻസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അത് വളരെ വിധത്തിലുള്ള ടൂൾസും ഇതൊക്കെ ഉണ്ട്. പിന്നെ അതേപ്രകാരം ദീസ് ഇൻക്ലൂഡ് ഡീസെൻട്രലൈസേഷൻ, പവർ ഡീസെൻട്രലൈസേഷൻ, ഡെമോക്രസി, കമ്മ്യൂണിറ്റി ബേസ്ഡ് പ്ലാനിങ്,
അതെല്ലാം അത്യാവശ്യമാണ്. നമ്മൾ പവർ മറ്റുള്ളവർക്ക് കൊടുക്കണം, ഡീസെൻട്രലൈസ് ചെയ്യണം, സ്റ്റേക്ക് ഹോൾഡറുടെ പാർട്ടിസിപ്പേഷൻ നമ്മൾ എൻഷുർ ചെയ്യണം. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ഷെയർ ഹോൾഡർ ഗവേണൻസ്. താങ്ക് യു വെരി മച്ച്.